കലാമണ്ഡലത്തിൽ ചേർന്നത് എങ്ങനെയായിരുന്നു? അധ്യാപകനായിട്ട് ചേരുന്നത് അത് എന്നാ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നതെന്ന് വെച്ചാൽ, അതും എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ നമ്മളിതേപോലെ നോർത്ത് ഇന്ത്യൻ യാത്രയ്ക്ക് വേണ്ടി, അച്ഛൻ്റെ ഒരു യാത്രയ്ക്ക് വേണ്ടി എല്ലാ ഷെഡ്യൂളൊക്കെ കഴിഞ്ഞ് ടിക്കറ്റ് റിസർവേഷനൊക്കെ കഴിഞ്ഞ് ഒരാഴ്ചയുള്ളൂ യാത്രയ്ക്ക്. ആ സമയത്ത് ബാലചന്ദ്രനോട് പറഞ്ഞു, അവിടെ അങ്ങനെ ഒരു ഇന്നെ ഒന്നും ഒഴിവാക്കണം യാത്രയെന്ന്. കാരണം എന്താ വെച്ചാൽ കലാമണ്ഡലത്തിൽ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. അപ്പോൾ ആ ഇൻ്റർവ്യൂവിന് ഉണ്ണിഷേട്ടനൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ ആ ഇൻ്റർവ്യൂവിന് എനിക്ക് പങ്കെടുക്കണം. കിട്ടുന്നുണ്ടാവുന്നില്ല, കിട്ടിക്കൊള്ളുന്നൊന്നുമില്ല. പക്ഷെ എന്നാലും ഞാൻ പങ്കെടുത്തില്ലെങ്കിൽ പിന്നെ എന്തായാലും കിട്ടില്ല. അപ്പോൾ പങ്കെടുത്താലല്ലേ കിട്ടൂല്ലേ എന്നുള്ള അറിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ എന്നെ ഒന്ന് ഒഴിവാക്കി തരണമെന്ന് പറഞ്ഞ് അതെനിക്ക് ഓർമ്മയുണ്ട്. അങ്ങനെയാണ് ഇൻ്റർവ്യൂവിന് പോണത്. അതൊരു 2 കൊല്ലത്തോളം നോട്ടിഫിക്കേഷൻ വിളിച്ച് 2 കൊല്ലത്തിന് ശേഷമാണ് ഇൻ്റർവ്യൂ നടക്കുന്നത്. ആ ശരി, ഈ ഇൻ്റർവ്യൂ നടക്കുക. അപ്പോൾ നമ്മൾ അതിന് മുന്നേ ഒരു യാത്രയ്ക്ക് അപേക്ഷ കൊടുത്തിട്ട് ഒരു യാത്രയ്ക്ക് നമ്മൾ വന്നു. പിന്നെ ഇൻ്റർവ്യൂ ആവുന്നു എന്ന് ഇങ്ങനെ കേട്ട് തോന്നില്ല. മുഴുവൻ നമുക്കറിയാനും പറ്റില്ല, ആരോട് ചോദിച്ചാലും അറിയില്ല ഈ സാധനം. അപ്പോൾ അത് ഇൻ്റർവ്യൂവിന് അപേക്ഷ കൊടുക്കുന്നത് തന്നെ വലിയൊരു ഇതാണ്. എന്താണെന്ന് വെച്ചാൽ ഏറ്റവും അവസാന നിമിഷത്തിൽ അപേക്ഷ അയച്ചാണ് ഞാനാണ്. 30 ജോലി കിട്ടിയ അല്ല, അതെ, ഒറ്റ ഇൻ്റർവ്യൂവിനെ പോയുള്ളൂ, വേറെ എവിടെയും പോയില്ല. ഈ 30 കിലോമീറ്റർ ഇപ്പുറം കിടക്കുന്ന ഞാൻ ആണ് ഏറ്റവും അവസാനം ഈ വിവരം അറിഞ്ഞ ആൾ. അത് കലാമണ്ഡലത്തിലെ അധ്യാപകരെ പോസ്റ്റ് വിളിച്ചിട്ടുണ്ട് എന്ന് അത് നമ്മുടെ സെക്ഷനിൽ പെട്ട ഒരാളും പറഞ്ഞില്ല എന്നുള്ളതാണ്. നമുക്ക് വേണ്ടപ്പെട്ട ആളുകൾ ആരും നമ്മളോട് പറയില്ലല്ലോ. അതങ്ങനെയാണ് അതിന്റെ ഇതെന്ന്. പിന്നെ അതിനെപ്പറ്റിയൊന്നും അറിയില്ല. പിന്നെ അത് പറയാം. ഞാൻ അങ്ങനൊരു ഗുരുവായൂർ കളിക്ക് പോയപ്പോൾ നമ്മുടെ ഭദ്രം രാജനാരായണനാണ് പക്ഷെ ഞങ്ങൾ അയച്ചു ചോദിച്ചു എന്താ വെച്ചാൽ. അപ്പം അപ്പോഴാണ് ഈ വിവരം പറഞ്ഞവന് നോട്ടിഫിക്കേഷൻ ഒരു പേപ്പർ എനിക്ക് തന്നത്. അപ്പോൾ ഏതാണ്ട് ഇനി അത് അയക്കാൻ അപേക്ഷ കൊടുക്കാൻ ഏതാണ്ട് ഒരു 6-7 ദിവസത്തെ ഗ്യാപ്പേ ഉള്ളൂ. ആ 6-7 ദിവസം ഗ്യാപ്പിൽ വെച്ചിട്ടാണ് ഞാനിതൊക്കെ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് അപേക്ഷ അയച്ചത്. അത് എന്താണെന്ന് വെച്ചാൽ പഠിച്ചത് വടക്കംകളരിയാണ്, കല്ലൂടി സമ്പ്രദായം. അവിടെ ആവശ്യം അവിടെ വിളിച്ചിരിക്കുന്നത് കപ്ലിങ്ങാട് സമ്പ്രദായത്തിലേക്കാണ്. അവിടെ കപ്ലിങ്ങാട് സമ്പ്രദായത്തിലേക്ക് ഞാനൊന്നും പഠിക്കുന്ന കാലത്ത് പ്രത്യേക സിലബസും പ്രത്യേക പഠനവുമില്ല. കുറേ ആശാണ്ട്, വാരണാസി മാധവ നമ്പൂരി ആശാണ്ട് തെക്കൻകളരിയിൽ. അതൊരു സപ്പോർട്ടിങ് ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് അവിടുത്തെ കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് അവിടെ അതിന് വേണ്ടി ഒരു കളരിയിൽ അതിലൊരു പ്രത്യേക പഠനമൊന്നുമില്ല. പിന്നെ എപ്പോഴേലും ചില ഗ്യാപ്പ് കിട്ടുമ്പോൾ പുറപ്പാൻ്റെ ഇന്ന ഭാഗം ഇത്ര എണ്ണം, അടുത്ത താളത്തിൽ ഇത്ര കാല് കുറച്ചില്ല, ചെമ്പയിൽ ഇത്ര, അങ്ങനെ ഒരു പൊതുവായിട്ടുള്ളൊരു ധാരണ തരാം. നമ്മൾ ബാക്കിയൊക്കെ പുറത്ത് പഠിക്കുന്നുണ്ടല്ലോ. അതിൽ ഇന്നത് ഇവിടെ 4 ആണെങ്കിൽ അവിടെ 6 ആണ് എന്ന് അങ്ങനെയാണ് പറയുള്ളൂ. അങ്ങനെ പറഞ്ഞു തന്നിട്ട് ഉണ്ടെന്നല്ലാണ്ട് ഒരു അടിസ്ഥാനപരമായിട്ട് ഞാൻ തെക്കൻ്റെ ഒന്നും പഠിച്ചിട്ടില്ല. ഇവിടെ ആവശ്യം തെക്കൻ കളരിയാണ്. അപ്പോൾ എല്ലാം ആലോചിച്ചിട്ടാണ് അപേക്ഷ കൊടുത്തത്, എന്താ വേണ്ടത് എന്ന് ആലോചിച്ചു. അപ്പോൾ അല്ലെങ്കിൽ പറഞ്ഞ പോലെ യൂത്ത് ഫെസ്റ്റിവലൊക്കെ നിറയുള്ള കാലമാണ്. അപ്പോൾ വടക്കൻ ആയ ഒരു മനോജ് കുമാർ, തൃശ്ശൂർ കളരി കലാമണ്ഡലം മനോജ്, അയാൾ തെക്കൻ കളരിയാണ് പഠിച്ചത്. അപ്പോൾ അയാളുടെ വീട്ടിലിങ്ങനെ റിഹേഴ്സലൊക്കെ ചെയ്തിങ്ങനെ വർത്തമാനം പറഞ്ഞു, ഈ ഒരു കാര്യം ചെയ്യും, ഒരു പുസ്തകത്തെ എനിക്ക് തന്നു, എനിക്കിതുകൊണ്ട് കാര്യമൊന്നുമില്ല, നീ ഇത് കയ്യിൽ വെച്ച് അണക്ക് കൊണ്ട് ഉപകാരം പറ്റുമ്പോൾ കുറച്ച് കാര്യങ്ങൾ പഠിക്കണമല്ലോ. അയാൾ പഠിച്ചതാണ്, അയാൾ ടെക്നോളജി പഠിച്ചിറങ്ങിയത്. ആവശ്യമാണ്. അപ്പോൾ ഇതിൽ കുറച്ച് കാര്യങ്ങളുണ്ട്, അണക്ക് ഉപകരിക്കാച്ച ആയിക്കോട്ടെ കൊണ്ട് ഒരു പുസ്തകം തന്നു. ആ പുസ്തകം നോക്കിയപ്പോഴാണ് തെക്കൻകളരിക്ക് ഒരു ഇൻ്റർവ്യൂവിന് ചോദിക്കാവുന്ന പ്രധാനപ്പെട്ട അത് അതിന് താഴെയുള്ളതുമായ ഒരുവിധം കാര്യങ്ങൾ, ഒരു 200 പേജ് പുസ്തകങ്ങളും അതിലുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ കണക്കൂട്ടി അത് വെച്ചാണ് ആ പുസ്തകമാണ് എൻ്റെ ജോലി. സത്യം അതാണ് പഠിച്ചു ആ പുസ്തകത്തിൽ. ആ പുസ്തകമാണ് എൻ്റെ ശരിക്കും എൻ്റെ ജോലി എന്ന് പറയുന്നത്. പിന്നെ കുറച്ച് സപ്പോർട്ട്, ആദ്യം ഒരാൾ ആരും സപ്പോർട്ടൊന്നും ഉണ്ടായിരുന്ന വടക്കനാണല്ലോ. തെക്കെന്നുള്ള ആരെങ്കിലും തന്നെ തെക്കൻ കളരിക്ക് കൊടുക്കണം എന്നൊരു രീതിയിലൊക്കെ കുറേ ചർച്ചകളൊക്കെ നടന്നിട്ടുണ്ട്, അത് സംശയമൊന്നുമില്ല. അവസാനം ഒരു 1-2 പേര് പറഞ്ഞു തെക്കൻ കളരിക്ക് ആണെങ്കിലും ഇപ്പോൾ നിലവിൽ 7 അപേക്ഷയുള്ളത്,
അതിൽ ഇന്ന ആളെടുത്താൽ നല്ല കാര്യമുണ്ടാവും എന്ന് ഒന്ന് രണ്ടാൾക്കാർ അതിൻ്റെ മെയിനായ ആളുകളെയൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇൻ്റർവ്യൂവിന്. പിന്നെ അത് മാത്രമല്ല, ഇൻ്റർവ്യൂവിന് കൃത്യമായിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കും നല്ല ബോധ്യമുണ്ട്. തികഞ്ഞ ആളുകളാണ് ഇൻ്റർവ്യൂ ചെയ്ത്. ചെണ്ടയ്ക്ക് രാമൻ നമ്പൂതിരി, മാങ്കുളം കൃഷ്ണൻ നമ്പൂതിരി, അവർ തമ്മിൽ തന്നെ വിവരത്തിൻ്റെ കാര്യത്തിൽ മത്സരിക്കുന്ന. ശരി, ഈ കമ്മിറ്റിയിൽ നിന്നിട്ട് മത്സരിക്കും? അല്ല, കമ്മിറ്റി അല്ല, ഇൻ്റർവ്യൂ ബോർഡിലെ ചെണ്ട സെക്ഷൻ്റെ ആളുകളായിട്ട് ഉള്ളത് അവരെന്നെ ഞാനാണോ താനാണോ ഇതിൻ്റെ വിവരം ഉള്ളത്, അത്രയും വിവരമുള്ള ആളുകളാണ്. അപ്പോൾ അവരെങ്ങനെ എന്ത് ചോദിക്കുന്നു നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ ആ ബോർഡിൽ മടവൂരാശാനെ പോലുള്ള മടവൂരാശാൻ്റെ ഇവിടെ ചെയർമാൻ പ്രബോധന ചന്ദ്രൻ നായർ സാറ്. ഏത് വർഷത്തിലെ ഈ ഇത് ഇൻ്റർവ്യൂ നടക്കുന്നത്? 2004 മെയ്യിൽ. അപ്പം എനിക്ക് തോന്നുന്നു നമ്മളൊരു 94 മുതൽക്ക് ഒരു 2003 വരെ നമ്മൾ ഒന്നിച്ച് 9-10 കൊല്ലം യാത്ര ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഇൻ്റർവ്യൂവിൽ ഓരോ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി പറഞ്ഞ എനിക്ക് ഏറ്റവും അവസാനമാണ് എൻ്റെ പേര്. ഞാൻ അന്ന് ആൽഫബറ്റ് നോക്കിയിട്ടല്ല വിളിച്ചത്, അപേക്ഷ വന്നതിൻ്റെ നോക്കിയിട്ടാണ് വിളിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഞാൻ ബാലസുന്ദരനാണെങ്കിൽ എന്നെ ബി എന്നുള്ള ഇതിൽ വെച്ച് വിളിക്കണ്ട. അപ്പോൾ ഏറ്റവും അവസാനമാണ് എന്നെ വിളിച്ചത്. അപ്പോൾ ഞാൻ ചെന്നു, ചോദിച്ച ചോദ്യങ്ങൾക്ക് എന്നോട് ചോദിച്ചത് തെക്കൻ കളരിയിൽ നിന്ന് പ്രത്യേകം ബ്രാക്കറ്റ് ചെയ്തിട്ടുണ്ട്, എന്തുകൊണ്ടാണെന്ന് അറിയാമെന്ന് വെച്ചു. അപ്പോൾ എന്താണ് തെക്കൻ കളരിക്കുള്ള വടക്കൻ കളരിയിൽ നിന്നും തെക്കൻ കളരിക്കുള്ള വ്യത്യാസങ്ങൾ ഇന്ന് ശ്വാസമൊക്കെ അടക്കിയിട്ട് ആലോചിച്ച് പറഞ്ഞാൽ എന്ന് പറഞ്ഞു. വെച്ചാൽ പരിഭ്രമിക്കൊന്നും വേണ്ട പറഞ്ഞു. വേണേൽ പ്രധാനപ്പെട്ട മാറ്റങ്ങളെക്കുറിച്ചൊരു 5 മിനിറ്റ് പറയാവുന്ന രീതിയിൽ അത് പറഞ്ഞു. അപ്പോൾ തന്നെ അവർക്ക് ഏതാണ്ട് മടവൂരാശനെ ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നു. ആശാൻ എന്നോട് ചോദിച്ചു, നിനക്ക് വല്ല അറിയാവിടെ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിലാണ് ആശാൻ കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇൻ്റർവ്യൂവിൽ നന്നായി ചെയ്യണം തോന്നു. ഓ ശരി നോക്കും. അങ്ങനെ കഴിഞ്ഞ തെക്കങ്ങളിലെ വടക്കനും തെക്കനും തമ്മിലുള്ള തെക്കൻ്റെ വ്യത്യാസങ്ങളാണ് പറയേണ്ടത്. അത് പറഞ്ഞു. അപ്പോൾ ഏതാണ്ട് അവർക്ക് ഇപ്പോൾ രണ്ടാൾക്കും ഇതൊക്കെ അറിയുന്ന ആളാണ്. രാമൻ നമ്പൂരായാലും കൃഷ്ണൻ നമ്പൂരായാലും ഇവരൊക്കെ ഇത് ആൾക്കാരാണ്, അവിടെയുള്ള ആളുകൾ കൂടിയാണല്ലോ. ഒരു സമ്മതമായി. അതിന് പിന്നെ കൊട്ടേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഞാനിങ്ങനെ ഓരോ ഇൻ്റർവ്യൂ എങ്ങനെ വെച്ചാൽ ഈ പ്രായോഗിക പരിശീലനം അല്ലെങ്കിൽ ഈ ബുക്കിൻ്റെ പരിചയം നമുക്കുണ്ട്, അത് വെച്ചുകൊണ്ടാണ് അന്ന് ചെയ്തത്. തെക്കനോ വടക്കനോ എന്നുള്ള ഇത് കൊട്ടേണ്ട കാര്യത്തിൽ ചോദിച്ചിട്ടില്ല. ചോദിച്ചത് ഒരു പാടൊക്കെ സാധനം ചെയ്യാനുള്ളൊരു സാധനം 4 കാലം കൊട്ടാനും അത് പലരും കൊട്ടുമ്പോഴൊക്കെ തെറ്റുന്നു. അപ്പോൾ എന്താണ് അതിന് കാരണം എന്നായി ഞാനിങ്ങനെ താഴെ ഇരുന്ന് ആലോചിക്കുന്നു. അപ്പോൾ 4 കാലം കാണിക്കാൻ പറഞ്ഞാൽ നമ്മുടെ സൗകര്യം പോലെ 1-2 2-ലേക്കും അത് കഴിഞ്ഞ് കുറച്ച് നമ്മുടെ സൗകര്യം പോലെ 2-3-ലേക്കും ഒക്കെ പോകുമ്പോൾ നിർത്താൻ പറയുന്നു. അടുത്ത ചോദ്യം ചോദിക്കുന്നു. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും, എനിക്കെന്തോ തോന്നി. അപ്പോൾ ഞാനല്ലേ ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ നിന്നാണല്ലോ ഈ അപേക്ഷയുടെ ആദ്യത്തെ വിവരം അറിയുന്നത്. ഒരു ധൈര്യം അതിന് തോന്നി. 1-ാം കാലം കൊട്ടുമ്പോൾ 1 കൊട്ടുക, അതിന് 2-ാം കാലം ആകുമ്പോൾ 2 കൊട്ടുക, 3 ആകുമ്പോൾ 4 കൊട്ടുക, 4 8 കൊട്ടുക, തിരിച്ചു വരിക. ഒരു 10 സെക്കൻഡ് കൊണ്ട് കഴിയേണ്ട ഇതുള്ളൂ. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അതാരും പറയാണ്ട് എന്നെ മനസ്സിലാക്കിച്ചു എന്നുള്ളതാണ്. ഈ ഓരോ ഇൻ്റർവ്യൂ കഴിയുമ്പോഴും എനിക്കിങ്ങനെ തോന്നി, എന്നെ തനിയെ തോന്നിയത് തോന്നിച്ച് കൊട്ടി. അവിടെയും ഞാൻ വിജയിച്ചു. പിന്നെ ചോദിക്കുന്നത് കൃമിരോഗത്തിലെ പദം ചോദിച്ചു. ഇരട്ടിപ്പദം, മണിമയ സാധന മോഹന സാധനം അതൊക്കെ പറഞ്ഞു. അവിടുത്തെ ഇരട്ടി കൊട്ടാനാണ് പറയുക, ചെമ്പട ഇരട്ടി കൊട്ടാനല്ല പറഞ്ഞത്. ശരി. മണിമയ വാഴുന്ന എങ്ങനെ വിപിനെ എന്നുള്ളടത്ത് ഇരട്ടി കൊട്ടാൻ പറഞ്ഞു. ഈ ഇരട്ടി ഞാൻ താഴത്തെ കേൾക്കുന്നുണ്ട്. ഇരട്ടി ഒരു ഘട്ടം കഴിയുമ്പോൾ നിർത്തുന്നു, അല്ലെങ്കിൽ തുടങ്ങുമ്പോൾ നിർത്തുന്നു, വീണ്ടും തുടങ്ങുന്നു, ഇതിനാണ്ട് ഒരു ചാൻസ് കൊടുക്കുന്നു, വീണ്ടും നിർത്തുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇരട്ടി കൊട്ടാൻ പറഞ്ഞു. ഞാനിങ്ങനെ ഞങ്ങളൊക്കെ അങ്ങനെ കൊട്ടി. അപ്പോൾ എന്താ അറിയില്ല പറഞ്ഞു. അവിടെ ഓടി. കളരിയിൽ പഠിപ്പിക്കുന്ന ഇരട്ടി പോലെ കൊട്ടാനല്ല ഉദ്ദേശിച്ചത്. അങ്ങനെയല്ല അല്ല, അവർ ചോദ്യം മധുമൊഴി വാഴുന്ന എങ്ങനെ വിപിനെന്നാണ്. അവിടുത്തെ ഇരട്ടി കൊട്ടാനാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ എൻ്റെ ആ സമയത്തുള്ള അവസ്ഥ വെച്ച് ഞാനവിടെ കൊട്ടി.
എനിക്ക് കൃത്യമായി സത്യം പറഞ്ഞാൽ മാങ്കുളം കൃഷ്ണനമ്പൂരി എനിക്ക് ഷൈക്കിൻ്റെ ഒന്നും ഇങ്ങനെയാണ് ഒരു ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കേണ്ടത്. ജോലി കിട്ടിയോ കിട്ടിയില്ലേ എന്നല്ല, താനത് ഒരുങ്ങിയിട്ടാണ് വന്ന ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാനാണ് വന്നത്, നന്നായി എന്ന് പറഞ്ഞിട്ട് ഷൈക്കിൻ്റെ ഒന്നും. പിന്നെ ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ബാലേന്ദ്ര മടക്കൽ സാറ് വിളിക്കുന്നു. വിളിക്കുന്നതും പ്രത്യേകത ഉണ്ട്. ഒരു ഇൻ്റർവ്യൂവിന് പോയിട്ടുണ്ടെന്നൊക്കെ ഇവിടെയൊക്കെ എല്ലാവർക്കും അറിയാം. എൻ്റെ തറവാട് കുറച്ചും കൂടി ഒരു 1/2 കിലോമീറ്റർ അപ്പുറം. അതിൻ്റെ ഒരു 500 മീറ്റർ അപ്പുറത്താണ് ഒരു ഫോണുള്ളത്. അന്ന് അപ്പോൾ ഞാൻ വൈദ്യമഠത്തിൽ റിഹേഴ്സലിന് പോയിരിക്കുക. അപ്പം പിന്നെ അത് ഈ ഫോണിലുള്ള വീടും എൻ്റെ അമ്മയുടെ കുടുംബത്തിൽപ്പെട്ട അമ്മാവനായിട്ട് വരും. ഇപ്പോൾ കലാമണ്ഡലത്തു നിന്നാണ്, സെക്രട്ടറി ആണെന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചത്. അപ്പോൾ ഞാൻ വീട്ടിൽ പോയി പറയാമെന്ന് പറഞ്ഞു. അവന് അമ്മാവന് മനസ്സിലായി അതിൻ്റെ കാര്യമുണ്ട്, കലാമണ്ഡലത്തു നിന്നാണല്ലോ വിളിക്കുന്നത്, സെക്രട്ടറി വിളിക്കണം. അതെ. അവിടുന്ന് വിളിച്ച് വന്നു, നേരെ വീട്ടിൽ വന്ന് പറഞ്ഞു. അപ്പോൾ വീട്ടിൽ വന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിടില്ല. അവരവിടുന്ന് ആ നമ്പർ ആരെ ബന്ധപ്പെട്ട് കലാമണ്ഡലത്തേക്ക് വൈദ്യമഠത്തിൽ പോയിരിക്കുകയാണെന്ന് പറഞ്ഞു. നേരിട്ട് വൈദ്യമഠത്തിലേക്ക് കലാമണ്ഡലത്തിൽ നിന്ന് വിളിച്ചു. അപ്പോൾ റിഹേഴ്സൽ ഏതോ ഒരു ഭാഗത്ത് നടക്കുന്നു, ഫോണിരിക്കുന്നത് വേറെ ഏതൊരു ഭാഗത്ത്. അവിടുന്ന് ആരോ തമ്പുരാട്ടി ആരോ വന്നിട്ട് ഒരു ബാലസുന്ദരൻ ഒരു ഫോണുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ പോയി ആ ഫോൺ അറ്റൻഡ് ചെയ്തു. അങ്ങനെയാണ് വൈദ്യമഠത്തിൽ നിന്നാണ് എനിക്ക് ജോലി വിവരം ഞാൻ അറിയുന്നത്. ഞാൻ 2004 ജോയിൻ ചെയ്തു തെക്കൻകളരിയിൽ അധ്യാപകനായിട്ട്. ഈ കുറച്ച് കാര്യങ്ങൾ ഈ ബാലസുന്ദരൻ സാധാരണ കുട്ടികളെ പഠിപ്പിച്ചെടുക്കുന്ന സമയത്ത് എങ്ങനെയൊക്കെയാണ് കുട്ടികളെ ഈ പഠിപ്പിച്ചെടുക്കുന്ന രീതി? അവരെ ശരിക്കും നല്ല വേഷംകാരൻ്റെ മനസ്സറിഞ്ഞ് കൊട്ടാൻ പറ്റുന്നൊരു കലാകാരനായിട്ട് വാർത്തെടുക്കലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിന് ബാലസുന്ദരൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ മുൻകൂട്ടിയിട്ടൊന്നും പ്ലാൻ ചെയ്തിട്ട് പോകാൻ പറ്റില്ല ഒരു കുട്ടികളുടെ മുമ്പിലേക്ക്. ഞാൻ എങ്ങനെയാണ് പഠിച്ച് അതുപോലെ തന്നെ അത് പഠിപ്പിക്കുക. വെറുതെ അങ്ങോട്ട് പറഞ്ഞു കൊടുത്താൽ പഠിക്കുന്ന കുട്ടികൾ വളരെ കമ്മിയാണ്. ഒരു സാധനത്തിന് 8-9 പീസാക്കിയിട്ട് വരെ ഞാൻ പഠിപ്പിക്കാറുണ്ട്. ഞാൻ കേട്ടൊരു വിവരപ്രകാരം ബാലസുന്ദരൻ ഒരു ഭാഗം ആ തീരുമാനങ്ങൾ, ബാലസുന്ദരൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചില ഘടകങ്ങളിലൊന്നാണ് ഈ തീരുമാനങ്ങൾ. അതിലുപരി ഒരു ഭാഗം ഒരു കുട്ടിക്ക് പറഞ്ഞു കൊടുത്ത് അത് മനസ്സിലാക്കിയ കുട്ടി മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും ആ കുട്ടിക്ക് അത് പിഴവ് പറ്റാറില്ല എന്നുള്ളതാണ് എനിക്ക്. അവിടെ എന്ത് വിദ്യയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്? ഒരു സാധനം പറഞ്ഞു കൊടുക്കുന്നത് ഇത്ര നീളത്തിലുള്ള ഒരു ചാണ് നീളത്തിലുള്ള ഒരു സാധനമാണ് പറഞ്ഞു കൊടുക്കുന്നത് വെച്ചാൽ അതിനെ 8-9 ഭാഗമാക്കിയിട്ട് വരെ ഞാൻ ചെയ്യും. പക്ഷെ ആ കുട്ടർ മനസ്സിലാക്കാണ്ട് കയറ്റി കൊടുക്കുക. അത് ഒന്നിച്ച് പറഞ്ഞാലും അവന് മനസ്സിലാവില്ലെങ്കിൽ 8-9 4 എങ്ങനെയാണ് അവന് മനസ്സിലാവുക? ഒരു അത്രയും കഷ്ണം മുറിച്ച് അതിനെ കൂട്ടി യോജിപ്പിച്ച് കൊടുത്തിട്ട് വരെ പഠിപ്പിച്ചിട്ടുണ്ട്. ചിലവർക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നവരുണ്ടാവും. അപ്പോൾ ഇതാണ് ഈ കുട്ടർ മനസ്സിലാക്കാതെ കയറണം. പിന്നെ അത് അടിസ്ഥാനപരമായുള്ള ഇതൊക്കെ നമ്മൾ ആദ്യം ഒരു 1-ാം വർഷം ഒരു കുട്ടിയൊക്കെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ ഇരുന്ന് നമ്മൾ സ്വയം കുറേ പഠിക്കും. കാരണം അത് എങ്ങനെ പഠിപ്പിച്ചാലും ആ കുട്ടിയുടെ മനസ്സിലേക്ക് അവിടെ എത്തുന്നില്ല എന്ന് തോന്നുമ്പോഴാണ് ഇനി അടുത്ത വഴി എന്താണെന്ന് നമ്മൾ അവിടെ ഇരുന്ന് ആലോചിക്കുക. അപ്പോഴാണ് ഈ പുതിയ വഴികൾ നമുക്ക് തോന്നിക്കുന്നത്. മുറിച്ച് പഠിപ്പിക്കാനോ അല്ലെങ്കിൽ ചൊല്ലന്നെ ഇപ്പോൾ പൊതുളാശം പറഞ്ഞ പോലെ ചൊല്ലിന് തന്നെ മാറ്റം വരുത്തും. ഞാൻ ചില ചൊല്ലിനൊക്കെ മാറ്റം വരുത്തിയിട്ടൊക്കെ വെറുതെ പാട്ട് രൂപത്തിലൊക്കെ പറഞ്ഞു കൊടുക്കുക. അങ്ങനെയൊക്കെ കുടുംബല്ല ഗണപതി ഒറ്റക്കൊമ്പൻ അതിനൊക്കെ കേട്ടോ പുതുവളാശാൻ പഠിപ്പിക്കുന്ന രീതിയാ. കുടുംബല ഗണപതി ഒറ്റക്കൊമ്പൻ, കുടുംബല ഗണപതി ഒറ്റക്കൊമ്പൻ, മലഗണപതി ഒറ്റക്കൊമ്പൻ, മലഗണപതി ഒറ്റക്കൊമ്പൻ, ഗണപതി ഒറ്റക്കൊമ്പൻ, ഗണപതി ഒറ്റക്കൊമ്പൻ, ഒറ്റക്കൊമ്പൻ. നമ്മൾ ഇതിൻ്റെ വേറെ രൂപത്തിൽ ഒരെണ്ണം അതിന് നിലയൊക്കെ ഒരു പാട്ടിൻ്റെ രീതിയിൽ നമുക്ക് വഹിക്കുന്ന രീതിയിലൊക്കെ അങ്ങനെയൊക്കെ പഠിപ്പിച്ചോളുണ്ട്. വാലന്തര ഒരു കാര്യം ചോട്ടെ. ഇപ്പോൾ വാലന്തര നേരത്തെ പറഞ്ഞ രീതിയിൽ വാലന്തരൻ്റെ മുമ്പിൽ കിട്ടുന്ന ഈ കുട്ടികൾ അപൂർവം കുറച്ച് കുട്ടികൾ താല്പര്യരായിരിക്കും, പശ്ചാത്തലം ഉള്ള കുട്ടികളായിരിക്കും. ഇതൊന്നുമില്ലാത്ത കുട്ടികൾ മുമ്പിൽ വരില്ലേ? ഒരു പശ്ചാത്തലവും ഒരു കാര്യം. അപ്പോൾ അവരൊക്കെ എങ്ങനെയാണ് ഇവരൊക്കെ എടുത്ത് കഥകളി ചെണ്ടക്കാരുടെ ഇൻ്റർവ്യൂവിന് വരുമ്പോൾ തന്നെ എന്തെങ്കിലും കുറച്ച് തർക്കമില്ലാന്ന് തോന്നിയ കുട്ടികളെ എടുക്കാറുണ്ട്. അല്ലാണ്ട് വരുന്നവരും ഉണ്ട്. കുറേ ചിലരൊക്കെ കുറച്ച് വഴിക്കിട്ട് വീണ് അവർക്ക് തന്നെ മനസ്സിലാവും. കുറച്ച് കുറേ കുട്ടികൾ അങ്ങനെ പോയിട്ടുണ്ട്. ഇതിന് പറ്റുന്ന കുട്ടികളും വേറെ പല രീതിയിലും വേണ്ടാന്ന് വെച്ച് പോയവരുണ്ട്. കാരണം നമ്മൾ താല്പര്യപൂർവ്വം എടുത്ത് നമ്മൾ താല്പര്യപൂർവ്വം പഠിപ്പിക്കുക നേരെ ആവും എന്ന് തോന്നുമ്പോൾ അവർ വഴി മാറും. ആ വഴി മാറിയിട്ട് ഇതിൽ ശ്രദ്ധ ഇല്ലാണ്ടായിട്ട് അങ്ങനെ പോയവരുണ്ട്.
ഇതിപ്പോൾ അടുത്ത കാലത്ത് കുറേ ഞാൻ പറഞ്ഞില്ല, ഞാൻ പഠിച്ചിറങ്ങിയ കാലത്ത് അതിനുശേഷമാണ് നന്ദകുമാർ കലാമണ്ഡലത്തിൽ ചേർന്നത്. പിന്നെ ഇതിൻ്റെ താഴെ പിന്നെ ഒരു ചണ്ടക്കാരനായിട്ട് വന്ന നന്ദകുമാറാണ്. പിന്നെ അതിൻ്റെ നേരെ താഴെ പിന്നെ കുറേശ്ശായിട്ട് സാധന രാമകൃഷ്ണനെ പോലെ ഒരാൾ പിന്നെ പുറത്തേക്ക് വരുന്നത്. അതുവരെ ഇവിടെ ഒരു കേളിയ പുറപ്പാടോ അല്ലെങ്കിൽ ഒരു രണ്ടാം ചണ്ടക്കാരനായിട്ട് ഡബിൾ പോകാനോ ഈ പുറത്ത് ആളില്ല. ഉണ്ടാകുന്ന കോട്ടയ്ക്കിൽ 1-2 ആളുണ്ടെങ്കിൽ അവർ പുറത്തേക്ക് വരില്ല. ഒരു പുറത്ത് ട്രൂപ്പിൻ്റെ കളി മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇഷ്ടംപോലെ അവർക്ക് കളി, ഇഷ്ടംപോലെ കളി. അപ്പോൾ അതുകൊണ്ട് പിന്നെ പുറത്ത് ആരും ഇല്ല. ഇതിൽ ഈ കലാമണ്ഡലത്തിൽ അധ്യാപകനായി ചേർന്നതിന് ശേഷം 2ാം പകുതിയിലേക്ക് ബാലസുന്ദരൻ വരുന്ന സമയത്ത് വല്ലാത്ത ഒരു അന്തരീക്ഷം ഉണ്ടാക്കിക്കൊണ്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ ആദ്യ പകുതിയിൽ ഉള്ള ബാലസുന്ദരനല്ല 2ാം പകുതിയിലേക്ക് വരുമ്പോൾ അതെന്ന് എനിക്ക് തോന്നുന്നത് വെച്ചാൽ കലാമണ്ഡലത്തിൽ നിന്നുള്ള സ്ഥാപനത്തിൽ ചേർന്ന് പ്രവർത്തിക്കാൻ കഴിഞ്ഞതിൻ്റെയും ചൊല്ലിയാട്ടങ്ങൾക്ക് ധാരാളം കൊട്ടാൻ അവസരം കിട്ടിയതിൻ്റെ ഒരു ഫലമായിരിക്കും അതെന്ന് തോന്നുന്നത്. അതോടൊപ്പം നമ്മുടെ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, മനോജിൻ്റെ ഒരു പുസ്തകമാണ് എൻ്റെ തെക്കൻ ചിട്ട. പിന്നെ എനിക്ക് കിട്ടിയതെന്ന് വെച്ചാൽ തുടർച്ചയായിട്ട് ആദ്യത്തെ 2 കൊല്ലം അന്ന് അത്യാവശ്യം ജോലിക്ക് കയറുന്ന സമയത്ത് ജനുവരി ഫെബ്രുവരി മാസത്തിലൊക്കെ ഏതാണ്ട് 97% ദിവസങ്ങളിലും പരിപാടിക്ക് പോയിരുന്ന ഒരാളാണ്. ആ സമയത്ത് യൂത്ത് ഫെസ്റ്റിവൽ കേരളത്തിലെ 14 ജില്ലയിൽ ഒന്നും കഥകളിക്ക് പങ്കെടുക്കുന്ന കുട്ടികൾക്ക് ഞാൻ കൊട്ടിയിട്ടുണ്ട് ഞാൻ സ്റ്റേറ്റിൽ. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഈ ജോലിക്ക് കയറിയത്. ആ സമയത്ത് അവിടെ ചെന്നിട്ട് എനിക്ക് ആദ്യം കിട്ടുന്ന ചുമതല എന്ന് പറയുന്നത് തെക്കൻ കളരിയിൽ ആളില്ലാണ്ടിരിക്കാൻ പാടില്ല. 2 നേരം രാവിലെയും വൈകുന്നേരത്തും ചൊല്ലിയാട്ടം. രാവിലെ ഒരു കളരി സാധകം. അപ്പോൾ തന്നെ പുറം പരിപാടി അവിടെ അവസാനിച്ചു. നമുക്ക് ഏൽക്കാൻ പറ്റാത്തൊരു കണ്ടീഷൻ വന്നു. കുറേ ആൾക്കാരെ അത് ആ രീതിയിൽ ജോലി കിട്ടിയപ്പോൾ ഇതൊക്കെ നമ്മളൊക്കെ മറന്നു എന്ന് പറഞ്ഞ് കുറേ ആൾക്കാർ കുറേ ആക്ഷേപം പറയുകയൊക്കെ. അതുകൊണ്ടല്ല പോകാൻ പറ്റില്ല. അവർ തെക്കങ്ങളിൽ ആകെ ഉള്ളത് രാധാകൃഷ്ണന്മാരും രാധാകൃഷ്ണന്മാർ ക്ലാസ് എടുക്കുന്നു, ചൊല്ലിയാട്ട കളരി നടത്താൻ ആളില്ല. ഇവരൊക്കെ മാറി പോയിട്ട് അങ്ങനെ നിൽക്കുമായിരുന്നു. ചിലപ്പോൾ ആളില്ലാണ്ട് കളരി നടക്കാണ്ടൊക്കെ നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ഞാൻ 2 കൊല്ലം തുടർച്ചയായിട്ട് തെക്കൻ കളരിയിൽ, അത് രാജേശ്വരാശാൻ്റെ കളരിയാണ് പ്രധാനം. രാജേശ്വരാശാൻ ഒരു സ്ത്രീവേഷക്കാരൻ എന്ന് ധരിച്ചിരുന്ന നമുക്കൊക്കെ തെറ്റുപറ്റിയത് അപ്പളാണ്. നല്ല ചൊല്ലിയാട്ടനാളാ. ഒരു കഥ തുടങ്ങിയാൽ ആ കഥ കഴിയുന്നത് വരെ ഒരു പുസ്തകം പോലും നോക്കാതെ കൃത്യമായി നമുക്ക് കൊട്ടാൻ ഉള്ള നമ്മളെ കൊട്ടാൻ പഠിപ്പിക്കും. കൊട്ടാനുള്ള എവിടെ കലാശിക്കണം, എന്ത് ചെയ്യണമെന്ന് വരെ ഓരോ ആക്ഷൻ കാണിച്ചിട്ട് നമ്മളെ കൊണ്ട് കൊട്ടിച്ച് അങ്ങനെയാണ് കുറേ സാധനങ്ങൾ. നമ്മളിപ്പോൾ കുറേ പുതിയ കഥാഭാഗങ്ങളൊക്കെ ചുറ്റപ്പെടുത്തി അതിനൊക്കെ നമ്മളാണ് കൊട്ടാനായിട്ട് ഇതൊക്കെ ചെയ്ത് കൊടുത്തത്. അങ്ങനെ കൊണ്ടുവരുന്ന സാധനങ്ങൾക്ക് കൊട്ടാൻ ഒരു പ്രത്യേകമായിട്ടൊരു കൊട്ട് സമ്പ്രദായം ഒന്നും ഉണ്ടായിരുന്നില്ല തെക്കൻ സമ്പ്രദായത്തിന്. അതിപ്പോൾ കാലിന് കൂടുക, കാലിങ്ങനെ കൊടുക്കുന്ന ചവിട്ടുമ്പോൾ അതിനൊക്കെ കൊടുക്കുന്ന അടിക്കുക, അങ്ങനെ ഒരു ഇതൊക്കെ പഴയ കാലത്തെ കൊട്ട്. സംഗീതഭദ്രമായ കലാമണ്ഡലത്തിലെ ആ പഠനം അടിസ്ഥാന ഒരു ഇതുണ്ടാവുകൊണ്ട്, സിലബസ് ഉണ്ടാവുകൊണ്ട് ആ സിലബസിൽ കൂടെ അതിൽ ഇതിലേക്ക് വേണ്ടത് ഇതിനിപ്പോൾ ഒരു ഭംഗിയായ കൊട്ട് പഠിച്ചത് മുഴുവൻ വടക്കൻ സമ്പ്രദായമാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു അടിസ്ഥാനം നമ്മുടെ കയ്യിലുണ്ട്. ഇത് തെക്കങ്ങളിലെ കൊട്ട് കേട്ടാൽ അത് ഇപ്പം അവിടുത്തെ പല ആശാന്മാരും അവർ വടക്കൻ പുറപ്പാട് കളിച്ചിട്ടാണ് കൊട്ടിയിരുന്നത്. പഠിച്ചിട്ടാണ് വേഷം കെട്ടി കളിച്ചിരുന്നത് ജീവിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ അവിടെ ഉള്ള രവികുമാറായാലും ഹരിഹർ നായരായാലും ഇവരൊക്കെ വടക്കൻ പുറപ്പാട് പഠിച്ച് അരങ്ങത്ത് കളിച്ചിരുന്നു. കാരണം തെക്കൻ പുറപ്പാട് കലാമണ്ഡലത്തിനെ സംബന്ധിച്ച് അതൊക്കെ ഒരു സാധ്യതയുണ്ട് അവിടെ. മറ്റൊരു കാര്യം ചോട്ടെ, അല്ല ഇന്ന് തെക്കൻ്റെ വടക്കൻ്റെ ഇത് കൊട്ടുന്നത് പോലെ ഏത് കഥയിലും ഏത് വേഷക്കാരനായാലും കൊട്ടാവുന്ന ആളുകളെ ഈ ഒരു കാലഘട്ടത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഈ വേഷക്കാരന് തീരുമാനങ്ങൾ കൊടുക്കുന്നതിൽ വളരെ പ്രാഗൽഭ്യം കാണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് ഇതൊക്കെ. ഇപ്പോൾ മറ്റൊരു ഉത്ഭവം എന്നുള്ള കഥയൊക്കെ ചൊല്ലിയാടുന്ന സമയത്ത് രംഗത്ത് അവതരിപ്പിച്ച തീരുമാനം വളരെ പ്രധാനമാണ്. അത് മുഴുവൻ ചണ്ടക്കാരൻ്റെ കയ്യിലാണെന്നൊരു സംശയമില്ല. അപ്പം ഞാൻ എന്നൊക്കെ ആ മുദ്ര എടുത്ത് വിടുമ്പോൾ കൃത്യമായ തീരുമാനങ്ങൾ കൊടുത്തേ വേണം. അത് നടൻ്റെ മനസ്സറിഞ്ഞുകൊണ്ടല്ലേ സാധാരണ തീരുമാനങ്ങൾക്ക്. തീർച്ചയായിട്ടും നടൻ്റെ മനസ്സ് അതിനെപ്പറ്റി ഒരു ചൊല്ലിയാട്ടം കാര്യങ്ങളൊക്കെ ഏതാണ്ട്
നമ്മുടെ മനസ്സിലുണ്ടാവും. ഇപ്പം ഞാൻ പറയും പലപ്പോഴും പല നടന്മാർക്കും ഒരു പക്ഷേ മറ്റേ വേണ്ടുന്ന നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതും ചെണ്ടയിൽ നിന്നാണ്. അപ്പം അച്ഛനൊക്കെ പറഞ്ഞിട്ടുണ്ട് ഉദോളാശാൻ കുറേ നിർദ്ദേശങ്ങൾ മറന്ന ചില കാര്യങ്ങളൊക്കെ ചെണ്ടയിൽ നിന്ന് ഓർപ്പിക്കാനെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്ന രീതിയിൽ ഇപ്പോൾ പലപ്പോഴും ബാലസുന്ദരൻ്റെ ശിഷ്യന്മാർ രംഗത്ത് നല്ല നല്ല വേഷങ്ങൾക്ക് പ്രവർത്തിപ്പിക്കുമ്പോൾ അവരെ അതിൽ പ്രഗത്ഭരാക്കുന്നതിലും അവരെ അതിൽ വിദഗ്ധരാക്കുന്നതിനും ബാലസുന്ദരൻ ഒരു സൈഡിൽ ഇരിക്കാറുണ്ട്. ഒരു സൈഡിൽ ഇരുന്നിട്ട് അവർക്ക് ചില ചില നിർദ്ദേശങ്ങളും ചില ആംഗ്യ ഭാഷയൊക്കെ കൊടുക്കാറുണ്ട്. അത് അവരെ അതിൽ കൃത്യമായിട്ട് അറിയണം. നമ്മൾ ഇങ്ങനെ കാണിച്ചാൽ അവിടെ കലാശിച്ചാൽ അവിടെ എന്തിനാണ് കലാശിച്ചത്, അല്ലെങ്കിൽ എന്തിനാണ് ആശാൻ അവിടെ ആക്കിയെന്നുള്ളത് അവർ അവിടെ കലാശിച്ച കൊട്ടിക്കഴിഞ്ഞാൽ മുദ്രയത്തെ കൊട്ടും തമ്മിൽ ബന്ധമായി കഴിഞ്ഞാൽ അത് വലിയൊരു പാടാണ് ഇവർക്ക്. അങ്ങനെ ഒരു 4 കളിക്ക് മെനക്കെട്ട് നമ്മൾ ഇപ്പം അതാണ് ഈ മാസക്കളിയുടെ ഒക്കെ ഒരു ഗുണം. മാസക്കളിക്കാണ് ഇവരൊക്കെ പ്രധാനപ്പെട്ട വേഷങ്ങളൊക്കെ കൊട്ടിക്കുന്നത്. അപ്പം ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പോൾ സാധാരണ ബാലസുന്ദരൻ ശിഷ്യർ കൊട്ടുന്ന സമയത്ത് ആദ്യവസാന വേഷം കൂട്ടുന്ന സമയത്ത് ഒരു ഭാഗത്ത് സൈഡിൽ ഇരുന്നു കൊണ്ട് അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത് കേട്ടിട്ടുണ്ട്. അപ്പം അതൊക്കെ അവർക്ക് അതിൽ നല്ല സംതൃപ്തരാട്ടോ ശിഷ്യർ. അത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ റിട്ടയർ ചെയ്യുന്നത് വരെ അവിടെ നടന്ന ഒരു കളികൾക്കും അവിടെ ഇല്ലാതെ ആവുകയോ അല്ലെങ്കിൽ പകുതിക്ക് വെച്ച് പോവുകയോ ചെയ്തിട്ടില്ല. അത് മുഴുവൻ സമയത്ത് ധനാശം കഴിഞ്ഞ് മാത്രമേ ആ സ്റ്റേജിൻ്റെ സൈഡിൽ നിന്ന് പോയിട്ടുള്ളൂ. അത് കുട്ടികൾക്ക് ആ സമയത്ത് ഓരോ വേണ്ടത് ഇങ്ങനെ കാണിച്ചു. രണ്ടാമത്തെ ഒരു കാര്യം, ഞാൻ ഇപ്പോൾ അടുത്ത കാലങ്ങളിലൊക്കെ ബാലസുന്ദരൻ കൊട്ടി കാണും. ഇപ്പോൾ തോന്നുന്നു നമ്മുടെ ഈ വടക്കൻ മേഖലയിലൊക്കെ തന്നെ നിറഞ്ഞു നിൽക്കുന്ന ഒരു മേളക്കാരനാണ് ബാലസുന്ദരൻ. കാരണം എല്ലാ വേഷങ്ങൾക്കും ആദ്യവസാന വേഷങ്ങൾക്കൊക്കെ തന്നെ കൃത്യമായി കൊട്ടുന്ന ഒരാൾ. ഞാനൊരു കളിക്ക് ഇതേപോലെ ചില്ലുമുദ്രയ്ക്ക് ഒരു സെക്കൻഡുകളെ കൊണ്ട് കൂടുതലൊരു ഇത് കണ്ടു ഞാൻ. അത് ഞാനും വേഷക്കാരും ബാലസുന്ദരനും പരസ്പരം ആശയവിനിമയം ഞാൻ കാണാതിരിക്കും മുമ്പിൽ. ബാലസുന്ദരനെ നോക്കി, ഞാൻ ബാലസുന്ദരനെ നോക്കി, വേഷക്കാരനെ നോക്കി. ഇത് നമ്മൾ 3-4 ആശയവിനിമയം നടത്തുകയും ചെയ്തു. അത് ആ സെക്കൻഡുകളെ കൊണ്ടാണ് സാധനം ചെയ്തത്. എനിക്ക് ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. അത് എങ്ങനെയാണ് ആ വേഷക്കാരൻ മനസ്സ് പഠിച്ചുകൊണ്ട് ചെയ്യുന്ന? അത് നമ്മൾ സ്ഥിരം കൊട്ടിക്കൊണ്ടിരിക്കുന്ന ചില ആളുകൾ. പക്ഷെ അതില്ല കേട്ടോ, ഞാൻ പറഞ്ഞ അങ്ങനെ മറ്റും കണ്ടിട്ടില്ല. ഇപ്പോൾ സുബ്രഹ്മണ്യേശൻ്റെ വേഷത്തിന് കൊട്ടുകയാണെങ്കിൽ അതൊരു പ്രത്യേക സുഖമുള്ള ഇതാണ്. ഇത് കൃഷ്ണകുമാറിൻ്റെ ആയിരുന്നു. സുബ്രഹ്മണ്യേശൻ്റെ വേഷത്തിനോട് സുബ്രഹ്മണ്യേശൻ നമ്മളെ വേറെ ആരും അറിയാതെ നമ്മളെ കൂടെ കൊണ്ടുപോകും. വേറെ ഒരാൾക്ക് മനസ്സിലാവില്ല. അങ്ങനെ ഒരു പ്രത്യേക കഴിവുണ്ട്. ഷാരേഷന് ഇതേപോലുള്ള കഴിവുള്ള കൂടെ നമ്മളെ കൊണ്ടുപോകും. നമ്മളെ കൊട്ടിച്ച് ആ രംഗം വിജയിപ്പിക്കാൻ എങ്ങനെയൊക്കെ സാധിക്കും എന്നുള്ള ആശ അവർക്ക് അതിന് നല്ല ഇതുണ്ട്. അങ്ങനെ കൃഷ്ണകുമാരൻ്റെ വേഷത്തിൽ ഞാൻ കൃഷ്ണകുമാരൻ്റെ അവസരം കിട്ടിയിട്ടുണ്ട്. ഞാൻ വേറെ ചോദിക്കട്ടെ, ഇപ്പോൾ ഈ കലാമണ്ഡലത്തിൽ അക്കാലത്ത് ബാലസുന്ദരൻ്റെയൊക്കെ പഠനകാലത്ത് ഡിപ്ലോമ രീതി എന്നുണ്ട്. അന്ന് ഡിപ്ലോമയാണ്. അതിനുശേഷം ഇതിൽ മാറ്റങ്ങൾ വരുത്തി സ്കൂൾ സമ്പ്രദായമായി, +2 ആയി, ഡിഗ്രി ആയി, PG ആയി. ഈ മാറ്റത്തെക്കുറിച്ച് എങ്ങനെയൊന്ന് പറയാം? നമ്മളിപ്പോൾ ഞാൻ പഠിച്ചു പറഞ്ഞ് 4 കൊല്ലം പഠിച്ചു, അതിനൊരു കൊല്ലം PG ചെയ്താലും ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള പഠിച്ചതിനെ ഒന്നും കൂടി നേരെയാക്കുക. അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ ഒന്നും പഠിക്കാനുണ്ടാവില്ല. 4 കൊല്ലം കൊണ്ട് ഒരുവിധം പഠിപ്പിക്കാനുള്ളതൊക്കെ അവർ പഠിപ്പിച്ചിട്ടുണ്ടാവും ആശാന്മാർ. നമുക്ക് പഠിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ നമുക്ക് സംശയം ഉണ്ടാവുമല്ലോ. ആ സംശയങ്ങൾ തീർക്കലാണ് ഈ PG കൊണ്ട് അന്നത്തെ PG 1 കൊല്ലം കൊണ്ട് ചെയ്തിരുന്നത്. അത് 90-91 കാലഘട്ടത്തിൽ അത് ഹൈസ്കൂളായിട്ട് മാറ്റം വന്നപ്പോഴാണ് ഒരു സിലബസ് വേണം എന്നുള്ളൊരു ഇതിലേക്ക് എത്തുന്നത്. അതിന് മുമ്പ് സിലബസ് ഒന്നുമില്ല. അതുവരെയൊക്കെ സിലബസ് ആശാമാരിങ്ങനെ കണക്കാക്കി വെച്ചിട്ടുണ്ടാവും. അതിനൊരു രേഖയെന്നുള്ളതായിട്ട് എനിക്കറിയില്ല. ഇല്ല, ഞാൻ കണ്ടില്ല. ഇല്ല, വേഷത്തിനുമില്ല. അത് ഇന്ന കൊല്ലം ഇന്ന പദഭാഗങ്ങൾ പഠിപ്പിക്കണം, അല്ലെങ്കിൽ ചനക്കൊട്ടിൻ്റെ ഇന്ന ഇത്ര കാര്യങ്ങൾ പഠിപ്പിക്കണം. അത് പഠിച്ചില്ല ക്ലാസ് എടുത്തിരിക്കും. പിന്നെ ഇതിനൊക്കെ ആവർത്തനം ഉണ്ടാവുകൊണ്ട് അത് തുടർച്ചയായിട്ട് ഓരോ വർഷവും വരുമ്പോൾ നമുക്ക് ആവർത്തനമുണ്ട്. അപ്പോൾ ആവർത്തനത്തിൽ കൂടെ പഠിക്കുക. 4 കൊല്ലം കൊണ്ട് പഠിക്കുന്നതിന് ഇപ്പോൾ നമ്മൾ 8 കൊല്ലവും 10 കൊല്ലവും ഒക്കെ ആക്കിയിട്ടുണ്ട്. അതിന് അപ്പോൾ നമുക്ക് സിലബസ് തികയാതെ വന്നിട്ടുണ്ട്. അപ്പോൾ ഹൈസ്കൂൾ വന്നപ്പോൾ ചെറിയൊരു സിലബസ് മാറ്റം വന്നു, വേണമെന്ന് തീരുമാനിച്ചു. അപ്പോൾ അതിൽ ഒരു വിഭാഗം കൂടി ഉണ്ട്, കപ്ലിങ്ങാടൻ വിഭാഗം കൂടി ഉണ്ട് എന്നുള്ള ഒരു ഇത് വന്നപ്പോൾ അതിൻ്റെ കുറച്ച് സെക്ഷൻ, തെക്കൻ വിഭാഗം എന്ന് പറഞ്ഞിട്ട് കുറച്ച് സെക്ഷൻ സിലബസ് ഉണ്ടാക്കി. അത് ഇപ്പോൾ നമ്മൾ അറിഞ്ഞിട്ടില്ല, നമ്മളൊക്കെ അതിനെപ്പറ്റി അതിനൊന്നും അറിയില്ല. പിന്നെ ആ പുസ്തകം ഇപ്പോഴും എൻ്റെ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ഒരു 2002 കൊണ്ട് ഡിഗ്രി തുടങ്ങുന്നത്. ഞാൻ ചെല്ലുമ്പോൾ അവിടുത്തെ ആശാൻ അനീഷ്
ഡിഗ്രി 3-ാം വർഷം. അപ്പോൾ 2002-ലായിരിക്കണം ഡിഗ്രി സ്റ്റാർട്ടിങ്. ഡിഗ്രി വന്നപ്പോൾ എന്താ ഇതിനെ കുറച്ചുകൂടി മാറ്റമായി, 8 കൊല്ലമായി. 8 കൊല്ലമായപ്പോൾ വീണ്ടും സിലബസ് കൂട്ടേണ്ടി വന്നു. അപ്പോൾ തെക്കൻ കളരിത്തെ മുഴുവൻ സിലബസും പണ്ടത്തെ പോലെ ഡിപ്ലോമ 4 കൊല്ലം പോരല്ലോ. അതാ മുഴുവനെ വടക്കൻ കളരിയോ അല്ലെങ്കിൽ അതുവരെ വടക്കൻ ഇതിൽ പഠിപ്പിച്ചിരുന്ന എന്തൊക്കെയാണോ അതേപോലുള്ളതാണ് തെക്കൻ കളരിയിലേക്കും മാറ്റം അതിന് സിലബസിൻ്റെ 2 പാർട്ടാക്കി. അപ്പോൾ രണ്ടിനും ഇത് മേള പദ്ധതി വേണമെന്ന് തീരുമാനമായി. അതുവരെ ഈ പറയൽ വായ കൊണ്ട് അവിടെ അടന്ത വട്ടം വെച്ചിൽ ആശുപത്രിയാണെങ്കിൽ 2 കാല് കുടച്ചിൽ, ചെമ്പയ്ക്കാണെങ്കിൽ 10 കാല് കുടച്ചിൽ എന്ന് പറയലല്ലാണ്ട് കളരിയിൽ നേരിട്ട് കൊട്ടുന്ന ഡിപ്ലോമ കാലത്തൊന്നും കൊട്ടി പഠിപ്പിക്കുന്ന ഇതുണ്ടായിരുന്നില്ല. ഞാൻ പഠിച്ചിട്ടില്ല. അപ്പോൾ ഇതിങ്ങനെ വന്നപ്പോൾ സിലബസ് ബുക്കായപ്പോൾ അത് പഠിപ്പിക്കേണ്ടി വന്നു. അവിടെ മുഴുക്കാണ് ഈ തെക്കൻ കളരിയുടെ മേളത്തിന് ഒരു പൂർണ്ണത അല്ലെങ്കിൽ ഇതിനോട് മറ്റിപ്പോൾ ആദ്യം പറഞ്ഞ രീതിയിൽ അതിന് അവർക്കൊപ്പം കൂടുതലുണ്ടായിരുന്നു ആദ്യകാലത്തിന്. അതിന് ശേഷമാണ് ഇത് തെക്കൻ കളരിയിൽ കിർമീരോധം പോലുള്ള കഥകളൊക്കെ കളരിയിൽ വെറുതെ ഒരു ചൊല്ലിയാടി എന്ന് പറയുന്നു, ചൊല്ലിയാടിച്ചു എന്ന് പറയുന്നു അല്ലാണ്ട് ഇതൊന്നും അരങ്ങത്തുണ്ടായിരുന്നില്ല. ആദ്യമായിട്ട് എന്ന് ആരൊക്കെ പറയണ്ട, അന്ന് പണ്ടാരോ ചെയ്തു എന്നൊക്കെ പറയണ്ട. പക്ഷെ നമുക്കിപ്പോൾ അതിനെ പറ്റി ഒന്നും അറിയില്ല, നമ്മൾ അത്രയും കാലഘട്ടമൊന്നുമില്ലല്ലോ. ആദ്യമായിട്ട് കലാമണ്ഡലത്തിൽ കിർമീരോധം ധർമ്മോത്ര കെട്ടിയത് രവികുമാറാണ്. തെക്കൻ സമ്പ്രദായത്തിൽ ഞങ്ങളെ ഒന്നിച്ച് കയറിയത്. അതിന് കാരണക്കാരൊന്ന് ഞാനും ബാബുവമ്പൂര എന്തുകൊണ്ട് ചെയ്യിച്ചുകൂടാന്ന് രാജേശ്വരാശനെ പറഞ്ഞ് കയറ്റി അതൊക്കെ ചെയ്യിപ്പിച്ചു. അങ്ങനെ ഒരു ഉത്ഭവം ചെയ്ത് സ്കൂൾ ഓഫ് ഡ്രാമയിൽ രവികുമാറാണ്. അപ്പോൾ ഇവിടെ വടക്കൻതിൽ ചെയ്യുന്ന എല്ലാ സാധനങ്ങളും അവിടെയും ഒട്ടും മോശമല്ലാത്ത രീതിയിൽ ചില്ലറ വ്യത്യാസങ്ങളുണ്ടാവും. നൃത്തത്തിനും അല്ലെങ്കിൽ വാദ്യത്തിനൊക്കെ വ്യത്യാസമുണ്ടാവും. അതിനുള്ള കോഴ്സ്, ആ കോഴ്സിനുള്ള മേളം ഉണ്ടാക്കുക. അതിന് വിജയരാജൻ എത്രയോ പ്രാവശ്യം ചൊല്ലിയാട്ടക്കളരി പോയിട്ട് അവർ നൃത്തം കണ്ട് മേളം ഉണ്ടാക്കാൻ വേണ്ടി കുറേ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്, കുറേ മാറ്റങ്ങളും വരുത്തിയിട്ടുണ്ട്. അതുപോലെ അവിടെ പിന്നെ തുടർച്ചയായിട്ട് അതിനെ വിപുലീകരിച്ച് പിന്നെ ഇപ്പോൾ ഒരു സമ്പ്രദായത്തിലുള്ള മേളമായിട്ടുണ്ട്. 8ാം ക്ലാസ്സിലാണ് അവിടെ കുട്ടികൾ ചേരുന്നത് അല്ലേ? 8, 9, 10, 11, 12. പിന്നെ ഡിഗ്രി 3 കൊല്ലം. അത് കഴിഞ്ഞ് 2 വർഷമാണ് PG. 2 കൊല്ലം. അപ്പോൾ ഒരു കുട്ടിക്ക് പഠിക്കേണ്ട കാലം കുറേ ഉണ്ട്. അതെ, നമ്മൾ 4 കൊല്ലം കൊണ്ട് പഠിച്ചിട്ട് ഒന്നും ആയില്ല അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മനസ്സിലായി എന്ന് പറഞ്ഞിട്ടുള്ള അത് അവർക്ക് 8-10 കൊല്ലം കൊണ്ട് അവർ കൊട്ടാനായിട്ടാണ് പോണത്. ഇപ്പോൾ ഏത് കഥ കൊടുത്താലും കുട്ടികൾ കൊട്ടും. ഇഷ്ടം, നല്ല കുട്ടികളുണ്ട്, നല്ല അടിപൊളി കുട്ടികളുണ്ട്. ഈ കാലത്തിൻ്റെ ഒരു വലിയ പരിചയം ഇവർക്ക് ഉണ്ടാവും. കാലം കിട്ടുന്ന ഇപ്പം കുറേ പഠിക്കാനും അല്ലെങ്കിൽ ഇപ്പം ഞാനൊരു നരകാസുരം കൊട്ടിയെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു കുട്ടിക്ക് വേറൊരു കുട്ടിക്ക് നരകാസുരം കൊണ്ടു വെച്ചാൽ ഇത് ഇങ്ങനെ ഒരു 100 നരകാസുരൻ്റെ മേളം ഇന്ന് യൂട്യൂബിലും അവിടെ ഇവിടെയും കിട്ടാണ്ട്. അപ്പോൾ അവന് തെരനോക്ക് പഠിപ്പിച്ചിട്ടുണ്ടാവും, 15 പദം കേകി പഠിപ്പിച്ചിട്ടുണ്ടാവും, പടപ്പുറപ്പാട് പഠിപ്പിച്ചിട്ടുണ്ടാവും, ശബ്ദവർണ്ണന പഠിപ്പിച്ചിട്ടുണ്ടാവും, ഇതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. ചൊല്ലിയാടത്തിനും കൊട്ടിയിട്ടുണ്ടാവും. പിന്നെ അവൻ നോക്കുന്ന ഏറ്റവും വലിയൊരു മാർഗ്ഗമാണ് ഈ മൊബൈൽ. അതിലിരുന്ന് കണ്ടു കഴിഞ്ഞാൽ അവൻ പഠിച്ചതും അവനെ പഠിപ്പിച്ചതും ഇതും കൂടി ഇവിടെ കൊട്ടി കഴിഞ്ഞാൽ അവനവിടെ കയറി കഴിഞ്ഞാൽ അവിടെ കൊട്ടുക. പിന്നെ പറ്റും കുട്ടികളുണ്ട്. അപ്പം അവിടെ ഈ 8, 9, 10 8, 9, 10 3 വർഷമാണോ? 3 വർഷമാണ്. 3 വർഷം. അവിടെ ഒരു ബ്രേക്കാണ്. അവിടെ ബ്രേക്ക് അവന് വേണ്ടാത്തവർക്ക് പോവാം. ഈ 3 കൊല്ലം കഴിഞ്ഞ് തുടരണ്ടാത്തവർക്ക് അവർക്ക് വേണമെങ്കിൽ പോവാം. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് 11, 12. അവിടെയും പറ്റാത്തവർക്ക് പോവാം. 12 കഴിഞ്ഞ് 5 കൊല്ലം പഠിച്ചിട്ട് എനിക്ക് പറ്റില്ല അവർക്കും പോവാം. അത് കഴിഞ്ഞാൽ പിന്നെ 3 കൊല്ലം ഡിഗ്രി. അപ്പോൾ 8, 9, 10, 11, 12, 8 കൊല്ലം, 13, 14, 15 8 കൊല്ലം. അത് അവിടെ നിർത്താം. അത് കഴിഞ്ഞ് വേണമെങ്കിൽ തിരിച്ചു പോവാം. അല്ല, അവിടെ വരെ ആയി കഴിഞ്ഞാൽ പിന്നെ PG ഡിഗ്രിക്ക് വേറെ വന്നു കഴിഞ്ഞാൽ പിന്നെ അവനവിടെ എന്തെങ്കിലുമൊക്കെ ആകട്ടെ പോകുന്ന ധാരണയിൽ വരുന്നവരുണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ 2 വർഷം കൂടി PG. അത് കഴിഞ്ഞാൽ പിന്നെ PhD ഇല്ലേ? PhD ഉണ്ട്. ഇതുവരെ ആർക്കും PhD വരെ ടെസ്റ്റൊക്കെ എഴുതണമല്ലോ. ഇതുവരെ ആർക്കും കിട്ടിയിട്ടില്ല. അപ്പോൾ PhDക്ക് ആരും ഇതുവരെ പോസ്റ്റ് ആയിട്ടില്ല. ഡിഗ്രിക്ക് വന്നു കഴിഞ്ഞാൽ അവർ പിന്നെ അവിടെ എന്തെങ്കിലുമൊക്കെ ഡിഗ്രി പഠിക്കുന്നവരും MA ചെയ്യുന്നവരൊക്കെ ബാലസുന്ദരൻ കഴിഞ്ഞിട്ട് ഇപ്പോൾ വ്യത്യസ്ത നടന്മാരുടെ വേഷങ്ങൾക്കൊക്കെ ബാലസുന്ദരൻ കൂട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞ ആശാന്മാർക്ക്, വലിയ മുതിർന്ന ആശാന്മാർക്ക് അല്ലെങ്കിൽ ഇടത്തരം മുതൽക്കിട്ട് കീഴ്പ്പെട്ടുള്ള ആശാന്മാർക്ക് കൂട്ടിയിട്ടുണ്ട്. ഇവരൊക്കെ രംഗത്ത് ചൊല്ലിയാടുന്ന സമയത്തും ഇവർ
രംഗത്ത് ഈ മുദ്രകളും അതുപോലെ തന്നെ കലാശങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് പോരാ, ഞാൻ ഇപ്പം കൂടുകയാണ്, ഞാൻ കൂടട്ടെ, ഇത് പോരാ എന്ന് തോന്നൽ ഉണ്ടായിട്ടുണ്ടോ? മനസ്സിലായില്ല. അതായത് ഇപ്പം ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ എന്ന മുദ്ര വിടുമ്പോൾ അതിനൊരു കാലുണ്ട്, അല്ലെങ്കിൽ അതിനൊരു ഇതുണ്ട്. അപ്പോൾ ചിലർ ചിലപ്പോൾ എന്ത് ചെയ്യും, അത് ചെറുതാക്കും, അല്ലെങ്കിൽ ചിലർ കുറച്ച് നീളം കൂട്ടുകയും ചെയ്യും. അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ മുദ്രകളൊക്കെ കലാശങ്ങളൊക്കെ മറ്റു കാര്യങ്ങളൊക്കെ ആട്ടത്തിന്റെ കാലത്തിനനുസരിച്ച് മുദ്രയ്ക്ക് നീളം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്ന ഒരു പ്രവണതയാണ് ഉള്ളത്. ഞാനിപ്പോൾ ചോദിച്ചപ്പോൾ അത് അങ്ങനെ കാണിക്കാനേ പറ്റുള്ളൂ. ഇപ്പോൾ സന്ദർഭത്തിനനുസരിച്ച് മുദ്ര കാണിക്കുന്ന ഇതുണ്ട്. ഇപ്പോൾ ഞാൻ അല്ലെങ്കിൽ എൻ്റെ എന്നൊക്കെ കാണിക്കുന്ന ചില സന്ദർഭങ്ങൾ ഒക്കെ അനുസരിച്ച് അത് സമയം വേണം. ആ സമയത്തിന് ഞാനിതിനിടയ്ക്ക് അടുത്ത ദിവസം ബാലസുന്ദരൻ്റെ ശിഷ്യന്മാർ ഉൾപ്പെടുന്ന പിന്നെ വേണുമോഹനും രവിശങ്കറും ബാലസുന്ദരനും കൂടി ഉത്ഭവം കൂട്ടുന്നുണ്ട്. നല്ല മേളമായിരുന്നു, മേളം അതിഗംഭീരം മേള പിടിച്ചിരുന്നത്. അപ്പോൾ അവിടെയൊക്കെ തന്നെ എനിക്ക് പലപ്പോഴും ഞാൻ എങ്ങനെയെന്ന് പറയില്ല, അവിടെയൊക്കെ ഈ നടന്മാർ ചിലപ്പോൾ നടന്മാരുടെ ക്ഷീണം തീർക്കുന്നതിനൊക്കെ ചില സമയങ്ങളൊക്കെ അവർ ഉപയോഗിക്കുന്നത് നമുക്ക് തോന്നാറുണ്ട്. അവിടെയൊക്കെ ഈ മേളക്കാരൻ എന്ത് ചെയ്യണം, മേളം പിടിപ്പിച്ച് നിൽക്കുന്ന വേണം. ഇപ്പോൾ രണ്ടാം കാലത്തേക്കൊക്കെ തിരിയുമ്പോൾ, രണ്ടാം കാലത്തേക്ക് ഉത്ഭവം ത്രിപുര രണ്ടാം കാലത്തേക്ക് കയറുന്ന സമയത്ത് തിരിച്ചില്ലൊക്കെ ഒരു പക്ഷേ വേണം കുറച്ച് സമയമൊക്കെ എടുത്തുകൊണ്ട്, പക്ഷെ അവിടെയും മേളക്കാരൻ എന്ത് ചെയ്യുന്നു, ഉത്ഭവം പോലുള്ള കഥകളൊക്കെ മേളക്കാരാണ് നിയന്ത്രിക്കുന്നത്. സംശയമില്ല, ഒരു സംശയമില്ല. മേളക്കാര് നമ്മളെ കൂടെ കൂടുക എന്നുള്ളതാണ്. പിന്നെ അത്രയും മേളബോധമുള്ള ആശാന്മാരൊക്കെ ആണെങ്കിൽ നമ്മൾ ഒന്ന് പിന്നിലാണെങ്കിലും നമ്മളെ കൊണ്ടുപോകും. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ തീരുമാനങ്ങളുടെ കാര്യം പറഞ്ഞില്ലേ, ആ പതികാലത്തിൽ ഓരോന്നും തീരുമാനങ്ങളല്ലേ, ആ എടുക്കുന്നതിനൊക്കെ എന്താ അതിൻ്റെയൊക്കെ ഒരു ഭംഗിയും, ഓരോ മുദ്ര എടുക്കുമ്പോഴും അതിന് കൃത്യ തീരുമാനങ്ങൾ വേഷക്കാരൻ കാണിക്കുന്നത് കണ്ട ഒരാള് പുറപ്പെടുന്നത് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാം. മുദ്ര കാണിക്കാൻ പുറപ്പെടുന്നുണ്ട്, അത് ഇത്ര നീളം വരും എന്ന് നമുക്കറിയാം, അതറിയാൻ പറ്റും. അത് തുടർച്ചയായിട്ട് ഇങ്ങനെ കൊട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് എങ്ങനെയാണ് വേറെ ആൾക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്തുക എന്നൊക്കെ അത് വലിയ കഷ്ടപ്പാടാണ്. ഇപ്പോൾ അങ്ങനെ ഇപ്പോൾ ഉത്ഭവത്തിൽ പല മുദ്രകൾക്ക് നീളം കൂടിയിട്ടുണ്ട് സത്യത്തിൽ ഒന്നാം കാലത്തിൽ. നിലവിൽ നമ്മൾ 1.5 താളവട്ടം എന്നോ 2 താളവട്ടം എന്നൊക്കെ പറയുന്ന ചില മുദ്രകൾ, അല്ലെങ്കിൽ അരത്താളവട്ടം എന്ന് പറയുന്ന ചില മുദ്രകൾക്കൊക്കെ കുറ്റം പറയില്ല, അത് വലിയ മോശമായിട്ടുമില്ല. അതുകൊണ്ട് കുറച്ച് നീളം കൂട്ടുന്നു എന്ന് നമുക്ക് അഡ്വാൻസായിട്ട് തോന്നുന്നു എന്നുള്ളത് അതാണ് നടൻ്റെ കേമത്താണ്. നമ്മളിപ്പോൾ കഴിച്ചിട്ട് കലാശിക്കാൻ നമുക്ക് തോന്നില്ല. അതിന് ഓരോ സ്ഥലങ്ങളുണ്ട്, ഇന്ന ദിക്കിലെത്തുമ്പോഴേ കലാശിക്കുന്നതൊക്കെ കുറെ നിയമവശങ്ങളൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ വേറെ ആൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. പുഷ്പവിമാനം വരുന്നത് കാണുമ്പോൾ അവിടെയൊക്കെ എനിക്കും ഞാൻ കുറേ കണ്ടിട്ടുണ്ട്, ചില ഇതൊക്കെ കണ്ടിട്ടുണ്ട്. നമുക്ക് ഈ വേഷക്കാരനും ചെണ്ടക്കാരനും തമ്മിലുള്ള പൊരുത്തക്കേടൊക്കെ ചിലപ്പോൾ ആ നീളത്തിലൊക്കെ ചിലപ്പോൾ കാണാറുണ്ട്. അതേപോലെ തന്നെ കൃത്യമായിട്ട് കാണാറുണ്ട്. അപ്പം ഇതിൻ്റെ ഒരു നീളമുണ്ട്, ആ വരുന്നതിൻ്റെ നീളവും അതുപോലെ തന്നെ ഇതിൻ്റെ നടമാറലും കാര്യങ്ങളൊക്കെ വരുന്ന സമയം. അത് ഓരോ സന്ദർഭത്തിൽ ചെയ്യുന്നു. അങ്ങനെ നടം മാറിയിട്ടൊരു മേളം വേണമെന്നൊന്നും ആരും പറയുന്നില്ല. അത് ഈ ചെണ്ടക്കാരൻ്റെ ഒരു ഫ്ലൈറ്റ് ഒരേ ഇതിലല്ലേ പോകുള്ളൂ, വ്യത്യസ്തമായിട്ട് ചെയ്തിട്ടുണ്ടല്ലോ, പൊതുവളാശം ചെയ്തിട്ടുണ്ട്. അതെ, അത് പൊതുവളാശം നമ്മുടെ സ്വാതന്ത്ര്യമാണ് ചെയ്തിട്ടുണ്ട്. അതൊരു വാദിക്കാരൻ്റെ സ്വാതന്ത്ര്യമാണ്. അവിടെ ചോർച്ചയില്ലാതെ സാധനം കൊണ്ടുപോകണ്ടോ എന്ന് മാത്രം നോക്കുള്ളൂ. തക്കത്തക്കിട്ടയിൽ വിമാനം പോവുക എന്നൊക്കെ ചോദിച്ചാലും മറുപടിയൊന്നുമില്ല. തക്കിട്ട തകതീമിൽ പോവോ, അത് ഞങ്ങളുടെ സ്വാതന്ത്ര്യമാണ്, കണക്കാക്കിയാൽ മതി. പക്ഷെ അതിനൊരു വ്യത്യസ്തത ഉണ്ട് എന്തായാലും. അതുപോലൊരു സാധനം കഥകളിയിൽ വേറെ എവിടെയും കണ്ടിട്ടില്ല. കാരണം ചെണ്ടക്കാരന് ശരിക്കും കൃത്യമായ വിമാനം മുമ്പ് കൂടെ ഞാനത് സോമേണ്ണനെ വിളിപ്പോൾ സോമേണ്ണ ആയിരുന്നല്ലോ. അപ്പോൾ സോമേണ്ണോട് അങ്ങോട്ട് പറഞ്ഞു, നമ്മൾ വിമാനം വരുന്നത് കാണുന്നുണ്ടല്ലോ, അതിനിപ്പോൾ ഒരു 10 താളവട്ടം 12 കളരി സമ്പ്രദായത്തിൽ 4 താളവട്ടം എന്നാണ് നമ്മളൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. 4 താളവട്ടം ഒന്നുമില്ല. അപ്പോൾ അത് ചൊല്ലിയാട്ടകളെല്ലാം തെറ്റാവും. ഇവിടെ 12ആയി അല്ലെങ്കിൽ 14 ആവാം. അതാ ഞാൻ പറഞ്ഞത്, സമയം വേണം. പിന്നെ അവിടെയുള്ള അഭിനയം മുഴുവൻ കഴിഞ്ഞാൽ ഈ രാവണൻ മറഞ്ഞു എന്ന് കാണിക്കുന്ന ഒരു ഇതുണ്ട്. അപ്പോൾ ആ വിമാനം പോകുന്നത് അവിടെയും കുറച്ച് സമയം തരണം. അപ്പോൾ ഇവിടുന്ന് ആദ്യം വന്ന് കൊട്ടിയിരുന്ന സാധനത്തിനെ ഇവിടെ ചെറുതാക്കി കൊട്ടി വന്നത് ഇവിടെ വലുതാക്കിയിട്ട് ഇവിടെ നിർത്തിയതാണ്. പിന്നെ ഇവിടുന്ന് വലുതാക്കിയിട്ട് ചെറുതാക്കണം, അതിന് സമയം തരണം എന്ന് പറഞ്ഞു, ആവാന്ന് പറഞ്ഞു. അങ്ങനെയാണ് അത് അന്ന് കൊട്ടിയത്. അതിപ്പോൾ നേരെയോ നേരെയില്ല, അത് പോട്ടെ. അല്ല, നല്ല അനുഭവം ഉണ്ടായിരുന്നു. നിങ്ങൾ 3 പേരോട് ഒരു 3 വൈശ്രവണം എന്ന മുദ്ര കാണിക്കുമ്പോഴേക്കും കാണിക്കാൻ 3 താളവട്ടം കഴിയുമ്പോഴേക്കും അല്ലെങ്കിൽ 2 താളവട്ടം കഴിയുമ്പോഴേക്കൊക്കെ ആവും. ഇത് നാളൊരു 6, 7, 8 താളവട്ടം. അതാ ഞാൻ പറയാൻ കാരണം, അവിടെ മാത്രമല്ല
അങ്ങനെ പറഞ്ഞിട്ടാണ്. രണ്ടാം കാലത്തേക്ക് തിരിയുന്ന സമയത്തും ഇതേപോലെ തന്നെ അതാണ് യാത്ര അയച്ച് തിരിഞ്ഞു വരുന്നവരെ നമ്മൾ മേളം കൊട്ടിക്കൊണ്ടിരിക്കുന്നത്. കലാശിക്കണ്ടേ? ഇതിപ്പോ ഞാൻ പറഞ്ഞത് വെച്ചാൽ ഇതിപ്പോ ഞാൻ എല്ലാ നടന്മാരും ഒരുപോലെ ആയിക്കൊള്ളുന്നില്ല. ഓരോ നടന്മാർക്കും വ്യത്യസ്തങ്ങളായിട്ട് തോന്നാറുണ്ട്. പക്ഷെ ഇതിനൊക്കെ ഞാൻ പറഞ്ഞു പണ്ട് കാലങ്ങളൊക്കെ കൃത്യമായൊരു താളം വട്ടം നിശ്ചയിച്ചിട്ടുണ്ട്. അത് അങ്ങനെ ഉത്ഭവത്തിൻ്റെ ആൾ നിജപ്പെടുത്തി വെച്ചതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. രാമദേശം കാണിച്ചിരുന്നു, രാമദേശം സ്ഥിരമായിട്ട് അത് ചെയ്തിരുന്ന ആളെന്നുള്ള ആശാന്നുള്ള എനിക്ക് ആശാൻ്റെ ഒരു സമ്പ്രദായം. അതിനുശേഷം പിന്നെ നന്നായിട്ട് ഉത്ഭവം ചെയ്യുന്ന എനിക്ക് ഇഷ്ടപ്പെട്ട ഉത്ഭവം ഞാൻ കണ്ട ഉത്ഭവം എന്ന് പറഞ്ഞാൽ ശാരദേശൻ്റെ അത് പ്രത്യേകത തന്നെ. അത് കഴിഞ്ഞാൽ പിന്നെ ഇപ്പം ഞാൻ ഇഷ്ടപ്പെടുന്ന ഉത്ഭവം എന്നൊക്കെ പറഞ്ഞാൽ സുബ്രഹ്മണ്യേശൻ്റെ ഉത്ഭവം, അതുപോലെ കൃഷ്ണകുമാരൻ കുണ്ടളായർ അങ്ങനെയൊക്കെയല്ലേ. ഇതൊക്കെ വ്യത്യസ്തമാണ്. ഒരാളും ഒരുപോലെയല്ല കാണിക്കുന്നത്. ശരി, ഇതൊക്കെ ഒരാൾക്ക് കൊട്ടാൻ പറ്റുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അതെ, അതാണ് പ്രത്യേകത. അതായത് മേളക്കാരൻ്റെ പ്രത്യേകത അതാണ്. ഇതിനൊക്കെ നമുക്ക് കൊട്ടാൻ പറ്റുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇപ്പോൾ ഹരിനാരായണൻ കാണിച്ചാലും കൊട്ടാം, പ്രദീപ് കാണിച്ചാലും കൊട്ടാം, സോമേട്ടൻ കാണിച്ചാലും കൊട്ടാം, ആര് കാണിച്ചാലും കൊട്ടാം. അതെന്താണെന്ന് വെച്ചാൽ ഇതിന് ആദ്യം ഒരു ചട്ടക്കൂടുണ്ട്, ഒരു ചെറിയൊരു ചട്ടക്കൂടുണ്ട്. ബാലസുന്ദരന് ഇപ്പോൾ കുറേ ചെണ്ടക്കാർ വരുന്നുണ്ട്, മേളക്കാർ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് കഥകളിയിൽ. അപ്പോൾ അവരോടൊക്കെ ബാലസുന്ദരൻ ഒരു തികഞ്ഞ കഥകളി ചെണ്ടക്കാരനാകുന്നതിന് അവരോട് പറയാനുള്ളത് എന്താണ് അവരോട് പറയാനുള്ളത്? അവരെന്ത് ചെയ്യണം? അവരോടൊക്കെ ഞാൻ ഇന്ന് പറയാറുണ്ട്, കൂടുതൽ വിവരം ഉണ്ടാവാതിരിക്കുക. അത് കൊട്ടാൻ വേണ്ടിയിട്ട് ഇത് അരങ്ങത്ത് എല്ലാ വിഷയങ്ങൾക്കും അങ്ങനെ തന്നെയല്ലേ? എല്ലാ വിഷയങ്ങൾക്കും അങ്ങനെയൊക്കെ തന്നെയല്ലേ? കൂടുതൽ വിവരണ്ടായിട്ട് നമുക്കൊന്നും ചെയ്യാൻ അല്ല. ഞാൻ പറഞ്ഞത് നമുക്ക് കളിക്ക് കൊട്ടാനൊരു സാമാന്യ വിവരം വേണം, രംഗബോധം വേണം, എന്താണ് ചെയ്യുന്നത് എന്നറിയണം, പദത്തിനെ കുറിച്ച് കുറിച്ച് അറിയണം, എങ്ങനെ ഇത് തുടങ്ങുക, എങ്ങനെ ഇത് കഴിയുക എന്നറിയണം. ഇതൊക്കെ ഞാൻ എന്നും പറയാറില്ല. അത് മൊത്തം അരച്ച് കലക്കി കുടിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും നടക്കില്ല. അപ്പോൾ അത് സാമാന്യം ആരും ഇടയിൽ പോയാൽ നാറാൻ പാടില്ല. ഞാൻ കലാമണ്ഡലത്തിൽ സാധനത്തിൻ്റെ അഷ്ടകലാശം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർ കൊട്ടുന്ന സാധനത്തിൻ്റെ അഷ്ടകലാശം കൊട്ടുന്ന എല്ലാവരും കൊട്ടുന്നുണ്ടെങ്കിൽ അത് ഞാനാണ് ഇവിടെ എൻ്റെ ക്വാർട്ടേഴ്സിൽ ഇരുന്ന് റെക്കോർഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവർക്ക് വേണുമോഹൻ രവിശങ്കർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് എൻ്റെ ക്വാർട്ടേഴ്സിൽ ഇരുന്ന് ചെണ്ടയിൽ ഒരാൾ താളം പിടിച്ച് റെക്കോർഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ ഞാൻ അവർക്ക് കിട്ടുന്ന ചാൻസുകൾ, ഒരു അഷ്ടകലാശം അറിയില്ല എന്ന് പറഞ്ഞിട്ടൊരു കളി പോകാൻ പാടില്ല. അങ്ങനെ അവരൊക്കെ ഇപ്പം ചെയ്യുന്നത് അങ്ങനെ ക്വാർട്ടേഴ്സിൽ വരെ ഇരുന്ന് മെനക്കെട്ടുണ്ട്. പ്രധാനപ്പെട്ട കാര്യം അതിപ്പോൾ കഥകളി ചെണ്ടയിൽ മാത്രമല്ല, കഥകളി വേഷമാണെങ്കിലും പാട്ടാണെങ്കിലും മറ്റെല്ലാ മേഖലയിലും ആദ്യകാലങ്ങളിൽ അനുവർത്തിച്ചിരുന്ന ഒരു രീതി ആശാമ്മയോട് നമുക്ക് സംശയം ചോദിക്കാനോ ആശാമ്മയോട് ചെന്നിട്ട് ചില ഡിസ്കഷൻ നടത്താനോ ഉള്ള അവസരം നമുക്കില്ല. അവർ പഠിപ്പിച്ചത് അതേപടി നമ്മൾ രംഗത്ത് അവതരിപ്പിക്കുക, പിന്നെ നമ്മൾ നോക്കി മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ. ഇങ്ങനൊരു കാലത്താണ് അതിൻ്റെ എല്ലാം കണ്ട ആളാണ് ബാലചന്ദ്രൻ. ബാലചന്ദ്രൻ എന്താ വെച്ചാൽ കലാമണ്ഡലത്തിൽ ചേർന്ന കാലത്ത് മുതിർന്ന ആശാന്മാരവിടെ ഉണ്ട്, അത് കഴിഞ്ഞ് അടുത്ത തലമുറ ഉണ്ട്, അത് കഴിഞ്ഞ് പിന്നെ തലമുറ ഉണ്ട്, പിന്നെ ബാലസുന്ദരനായിട്ട് തലമുറയായി. ഇവിടെയൊക്കെ തന്നെ വിദ്യാർത്ഥികൾക്കും അധ്യാപകരും തമ്മിലുള്ള ദൂരം കുറഞ്ഞു. അവർക്ക് സംശയങ്ങൾ ചോദിക്കാനും അതിലൊക്കെ ഒരു അവസരം. അതിനെക്കുറിച്ചൊന്ന് പറയാം, ആ ഒരു സീരീസിനെ കുറിച്ചിട്ട്. ഞാൻ പഠിക്കാൻ ചെന്നപ്പോൾ ചെല്ലുന്ന കാലത്ത് ഇതേപോലെയാണ് ആശാന്മാർ അവരിങ്ങനെ പറഞ്ഞ് തരും. കുറച്ച് നേരം ഒരേ സാധനം കുറച്ച് നേരം കൊട്ടിക്കും. ഏതാണ്ട് നമുക്ക് ഒരു 90, 80, 85, 90% മനസ്സിലായി തുടങ്ങി അടുത്തെടുക്കും. അതെടുത്ത് പിന്നെ ഇത് കൊട്ടാൻ തുടങ്ങുമ്പോൾ വീണ്ടും ഇത് കൊട്ടിക്കുമ്പോൾ ഇത് മറന്നുണ്ടാവും. അങ്ങനെ പിന്നെ അത് പഠിക്കൽ സീനിയേഴ്സിൻ്റെ അടുത്ത് പോയിട്ടാണ്. ഒഴിവ് സമയങ്ങളിൽ അന്ന് വേറെ കളിയും ഇതൊന്നുമില്ല. വൈകുന്നേരത്തൊരു ഭജന കഴിഞ്ഞാൽ പിന്നെ വീണ്ടും നാളേക്ക് ഇത് ശരിയാക്കി ചെന്നാലാണ് അതിന് അപ്പുറത്തെ ക്ലാസ്സുള്ളൂ. അതിന് പിന്നെ ഇത് ശരിയാവില്ല, മറ്റ് ക്ലാസ് നടക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു കാലത്ത് നമുക്കുള്ള മുതിർന്ന ആളുകളായിട്ട് നമ്മളെ സീനിയേഴ്സിനായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പഠിക്കാം. അപ്പോൾ അവർ തെറ്റിച്ചാൽ പഠിപ്പിച്ചാൽ അത് നമ്മൾ പഠിക്കും, നമ്മളും അത് പഠിക്കും. ആശാമാരോട് രണ്ടാമത് പോയിട്ട് എങ്ങനെയാണെന്ന് ചോദിക്കാം. നമ്മൾ അവിടെ എങ്ങനെയും രക്ഷപ്പെട്ട് പോകാൻ മതിച്ചിട്ടാണ് ആ സമയം കഴിഞ്ഞ് കളരി ഒന്ന് കഴിഞ്ഞ് അവിടുന്ന് പോകാൻ മതി. കളരി കഴിഞ്ഞ് അച്ഛനും പുളാശനൊക്കെ ഒപ്പിട്ട് വരുമ്പോൾ ആശാൻ തീരുമാനിക്കും ഇന്ന ആൾ തായമ്പ കൊട്ട ഉണ്ടാവണം എന്ന്.
ഇവിടെ വന്ന് നോക്കുമ്പോൾ അയാളല്ല താഴമ്പോട്ട് ഉണ്ടാവുക, വേറെ ആളാവും. അപ്പോൾ ആശാൻ വിചാരിച്ച ആൾ കൊട്ടില്ലെങ്കിൽ അയാൾക്ക് അന്ന് അവിടെ ചെറിയൊരു പൂരം നടത്തും. എന്നിട്ട് പിന്നെ അന്നത്തെ ദിവസം മൊത്തം അയാൾ കൊട്ടേണ്ടി വരും. അത് മുൻകൂട്ടി പറയില്ല, തിങ്കളാഴ്ച നീ കൊട്ടണട്ടോ അങ്ങനെയൊന്നും പറയില്ല. ചില ദിവസത്തെ തീരുമാനങ്ങളായിരുന്നു. ചിലപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ ചൊവ്വാഴ്ച ആണെങ്കിൽ ആശാൻ അവിടെ ഉണ്ടാവും. നമ്മൾ ചെല്ലുമ്പോൾ തായമ്പോട്ട് എന്ന് പറഞ്ഞാൽ തായമ്പോ തുടങ്ങാൻ പറഞ്ഞാൽ നമ്മൾ തുടങ്ങാം. തിങ്കളാഴ്ച ആശാൻ വീട്ടിൽ നിന്ന് വന്നിട്ട് വേണ്ട, വരുമ്പോൾ ആശാൻ കണക്ക് വിട്ടിട്ടാണ് വരിക. അന്ന് ബാലസുന്ദരം കൊട്ടണം. അങ്ങനെ ഒരു ഒരു ദിവസം പെട്ടു. ആശാൻ വരും വിചാരിച്ചു ബാലസുന്ദരൻ തായമ്പോട്ടുണ്ടാവും എന്ന് വിചാരിച്ചു. ഇവിടെ വന്നപ്പോൾ തൃത്താല അനിയൻ കൊട്ടിക്കൊണ്ടിരിക്കണം. ഞാനൊരു മൂലയ്ക്കൊരു മരക്കട്ടയുടെ മുകളിൽ താളം പിടിച്ചിട്ട് ഇരിക്കണം. സഞ്ചിയൊക്കെ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് വന്നൊരു 2 തന്നു. ഇവിടെ താഴെ പോട്ടാൻ പറഞ്ഞു. പിന്നെ അന്ന് തന്നെ നിലം തൊടിയിച്ചില്ല. അന്ന് മൊത്തം ക്ലാസ് എനിക്ക് മാത്രമായി. അങ്ങനെയുണ്ട്. അവന് പിന്നെ സംശയം ചോദിക്കുന്നില്ല. പിന്നെ രണ്ടാമത്തെ ഘട്ടം ആയി ഉണ്ണികൃഷ്ണാശാൻ, ബലരാമാശാൻ, വിജയകൃഷ്ണാശാൻ. അതും ഏതാണ്ടൊക്കെ പഴയ ഒരു രീതി തന്നെയാണ്. പക്ഷേ ഞാൻ മനസ്സിലാക്കണത് ഉണ്ണിശേട്ടനെ സംബന്ധിച്ച് ഉണ്ണിശേട്ടൻ കുറച്ചും കൂടിയൊക്കെ ആ കാലത്തിന് പോലെ കുറെ കൂടി ഇടപെടലുകളൊക്കെ അതൊക്കെ തോന്നുന്നത്. ഞാൻ ഇവരൊക്കെ ശിക്ഷയുടെ കാര്യത്തിൽ ഏറ്റവും വലിയ ശിക്ഷ എന്ന് പറഞ്ഞാൽ അച്ഛന് പ്രാവശ്യം കഴിഞ്ഞാൽ പിന്നെ ഉണ്ണികൃഷ്ണാശനായിരുന്നു. ശരി. ബലരാമാശനൊക്കെ ചീത്ത പറയുന്ന ഒരു ചീത്ത പറഞ്ഞ് നമ്മളെ ഇതാക്കുക, അടിയൊക്കെ വളരെ ചുരുക്കാം. അപ്പോൾ പിന്നെ നമുക്ക് എന്നെ വെച്ചാൽ ചടങ്ങ് ചിട്ട എഴുതാന്ന് പറയും. ഇപ്പോൾ ഈ മണ്ണാടിയാശാനും അച്ഛനിപ്രാശനും ഉണ്ണിടാശനും വിട്ട് ഒരു റൂമിലാണ് കിടക്കുക. ചെണ്ടക്കളയോട് അനുബന്ധിച്ചുള്ള റൂമാണ്. അത് ശരി. അവർ മൂന്നാൾ ഒരു റൂമിലാണോ? അതെ. അപ്പോൾ മണ്ണാട് ചന്ദ്രമണ്ണാടിയാശാനും ഉണ്ണീഷാശാനും അച്ഛനിപ്രാശനും. അത് ശരി. പിന്നെ അവർ രണ്ടാരും റിട്ടയർ ചെയ്തപ്പോൾ ഉണ്ണിഷാശൻ ഒറ്റയ്ക്കായി. അവരെന്ത് വെള്ളിയാഴ്ച ആശാൻ എവിടെയെങ്കിലും പോകുമ്പോൾ റൂമിൻ്റെ താക്കോൽ തന്നെ ഏൽപ്പിക്കും നമ്മളെ. അപ്പോൾ ആശാൻ്റെ നോട്ട് ബുക്ക് ഉണ്ടാവും അവിടെ, ചിട്ട എഴുതിയ നോട്ട് ബുക്ക്, ചടങ്ങുകൾ എഴുതിച്ച നോട്ട് ബുക്ക്. അതിന്ന് കുറേ ചടങ്ങുകളൊക്കെ ഞാൻ കേട്ടെഴുത്തല്ല കട്ടെഴുത്ത്, അങ്ങനെ ഓരോ കഥയും ചടങ്ങ് എഴുതി വെച്ചിട്ട് ഒരു പുസ്തകം എഴുതുന്നുണ്ടായിരുന്നു. അത് ഈ പറഞ്ഞ അതൊക്കെ കഴിഞ്ഞ് ശ്രദ്ധ ഇല്ലാണ്ട് ഈ കന്നുകൂട്ടും കാളകൂട്ടൊക്കെ ആയിട്ട് പോയപ്പോഴേ ചതുര് പിടിച്ച് പോയി. പിന്നെ അല്ല അന്നിപ്പം ഇനി ഇത് വേണ്ടിവരില്ല എന്ന് കണക്കാക്കിയിട്ടാണല്ലോ അപ്പം അങ്ങനെ തിരിഞ്ഞത്. പിന്നെ എൻ്റെ ഘട്ടമായപ്പോഴും ഞാനും വന്ന വഴി അവിടെ നിന്നാണല്ലോ പോകുന്നതാണല്ലോ. അപ്പോൾ ഒരു മോശമൊന്നുമല്ല ആയിരുന്നില്ല തുടക്കം. കുട്ടികളൊക്കെ ശേഷം മാറി തുടങ്ങിയിരുന്നു. പക്ഷേ നമുക്ക് മാറ്റം ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിന് 1-2 പ്രാവശ്യം ശിക്ഷ കൊടുത്തിട്ടുണ്ട്. 1-2 പ്രാവശ്യം വകുപ്പ് മേധാവി എന്നുള്ള എനിക്ക് ജോലി വേണോ വേണ്ടേ എന്ന് വരെ ചോദിച്ചതിൻ്റെ അടുത്ത്. ആരെ നമുക്ക് ജോലി ചെയ്യാൻ താല്പര്യമുണ്ടോ അതോ ആഫീസിൽ നിന്ന് അല്ല, വകുപ്പ് മേധാവി ഉണ്ണികൃഷ്ണാശാൻ. അവിടെ കുട്ടികളെ അവിടെ ഇവിടെയൊക്കെ പാടുകളൊക്കെ കണ്ടപ്പോൾ എനിക്ക് ജോലിയിൽ തുടരാൻ തയ്യാറുണ്ടോ തയ്യാറല്ലേ ചോദിച്ചു. അത് ഇരിക്കുന്ന സാധനത്ത് പൊട്ടിക്കുക പറഞ്ഞു. അപ്പോൾ ഒരു ചോറിൽ ചോറിലെടുത്ത് പൊട്ടിച്ചോളാൻ പറഞ്ഞു. പൊട്ടിച്ച് കളയാൻ പറഞ്ഞു. പിന്നെ അവിടെ നിന്ന് കിടന്ന് ഞാൻ കുറേശ്ശെ കമ്മിയാക്കി. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഒന്നും ചെയ്യില്ല. അത്യാവശ്യം തീരെ നിവൃത്തിയില്ലെങ്കിൽ മാത്രം എന്തെങ്കിലുമൊക്കെ പറയുക. പിന്നെ ഒരു കുട്ടികളൊക്കെ ആയിട്ട് കൂട്ട് തുടങ്ങി. പണ്ട് ആശമാരൊക്കെ കുട്ടികളായിട്ട് വലിയ കൂട്ടൊന്നുമില്ല. ഇപ്പോൾ ഒരു കൂട്ടുകാരെ പോലെ. അപ്പോൾ നമ്മൾ ഇപ്പോൾ കുട്ടികളൊക്കെ ഇവിടെ വരാറുണ്ട്. ഇഷ്ടംപോലെ കുട്ടികൾ ഇവിടെ വരും. ഞാൻ ഉണ്ണിരാജൻ്റെ ഒക്കെ വീട്ടിൽ പോയിരുന്നു, ഇല്ലാന്നല്ല പറഞ്ഞത്. എല്ലാ മേഖലയ്ക്കും അന്നത്തെ പോലെയല്ല, അതിനെക്കാട്ടിലൊക്കെ കൂടുതൽ സ്വാതന്ത്ര്യത്തോടു കൂടി ഇപ്പോൾ എപ്പോൾ വേണമെങ്കിൽ കുട്ടികൾക്ക് കളിക്കൂട്ടുകാരെ പോലെ ഇപ്പോൾ ആ ഒരു കാലഘട്ടത്തിലേക്ക് മാറി. അപ്പോൾ അത് ഇവരുടെ പഠനത്തിന് കുറച്ചുകൂടി എളുപ്പമാക്കിയിട്ടുണ്ട്. അവർക്ക് സ്വാതന്ത്ര്യത്തോട് കൂടിയിട്ട് ചോദിക്കാനും. അപ്പോൾ ഞാൻ അച്ഛനി പ്രാവശ്യം ഒരു സാധനം എന്തെങ്കിലും കൊട്ടിയില്ലെങ്കിൽ ഇപ്പോൾ കൃഷ്ണകുട്ടി പ്രാവശ്യം എന്തെങ്കിലും കൊട്ടിച്ചാൽ പക്ഷേ എന്താ അവിടെ കൊട്ടിയെന്ന് ചോദിക്കാനുള്ളൊരു ബലം നമുക്കൊന്നുണ്ടായിരുന്നില്ല. ഇന്നുള്ള കുട്ടികൾക്ക് അതുകൊണ്ട് നമ്മളതിന് തയ്യാറുമാണ്, പറഞ്ഞു കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്. ഓരോ കാര്യങ്ങൾ വരുമ്പോൾ കുട്ടികൾ ചോദിക്കുക. അവിടെ ഒരു കാര്യം എനിക്ക് അറിയാത്തോട് ചോദിക്കുക. നമുക്കെന്ന് വെച്ചാൽ ഈ കടുത്ത ശിക്ഷ കഥകളിലും ആ കാലത്ത് എല്ലാ മേഖലയിലുണ്ട്. ഇങ്ങനെ ശിക്ഷ കൊടുത്ത് പഠിപ്പിക്കേണ്ടുന്ന ഒരു കാര്യം ശരിക്കും ഉണ്ടോ? എന്താ അതിൻ്റെ കാര്യം എന്താണ്?
മനസ്സിലാവില്ല. കാലത്തിന് ഞാൻ കേട്ടിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ ഒരു കഥകളിക്കാരനോട് പറഞ്ഞത്, നവരസം കാണിക്കാൻ വേണ്ടി ആശ മുമ്പിലിരിക്കുന്നുണ്ടാവും, ചെക്കട്ടത്തേക്ക് അടിച്ചതിന് ശേഷമാണ് ശൃംഗാരം കാണിക്കാൻ പറയുക. പെരുമുറയെന്ന് കരഞ്ഞുകൊണ്ട് വേണം ഈ ശൃംഗാരം കാണിക്കാൻ. ഇത് കാലഘട്ടത്തിൻ്റെ മാറ്റം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്താണ്ട് അങ്ങനെ അടി കിട്ടിയാലേ അല്ലെ പഠിക്കാൻ പറ്റൂ, അങ്ങനെയൊന്നുമില്ല. ഇന്നിപ്പോൾ ഒരടി പോലും കിട്ടാണ്ട് പഠിക്കുന്നുണ്ട്. അപ്പം ഞാനൊക്കെ എൻ്റെ സ്വഭാവ ദൂഷ്യം കൊണ്ട് മേടിച്ച അടികളല്ലാണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് അടി പഠിച്ചു എന്നൊന്നും ഞാൻ അങ്ങനെ പറയില്ല. കാരണം ഞാൻ കണ്ടാൽ മനസ്സിലാക്കാവുന്നൊരു ഭാഗത്തിലുള്ള ചൊല്ല് പഠിച്ചിട്ട് അവിടുന്ന് പോയിരുന്നത്. ഇപ്പോൾ ഒരു 1, 2, 3 തവണ കാണിച്ചു തന്നാൽ അതിന് മനസ്സിലാക്കാവുന്ന രീതിയിലുള്ള ചൊല്ല് വായത്താരി പഠിച്ചിട്ടുണ്ട് ഇവിടെ. ഒരു തായമ്പോൾ മൊത്തം വായത്താരി താളം പിടിച്ച് പറയാനായിട്ട് അവിടുന്ന് പോയത്. അരങ്ങേറ്റം കഴിഞ്ഞില്ല എന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട് അടി കിട്ടി അല്ലെങ്കിൽ തല്ലി എന്നൊന്നും പറയില്ല. വേറെ ചില നമ്മുടെ പെരുമാറ്റ ദൂഷ്യം കൊണ്ടാവുക, അല്ലെങ്കിൽ അരങ്ങത്തെ ശ്രദ്ധ കുറവുകൊണ്ട്, അങ്ങനെയൊക്കെ അതൊക്കെ ചില സമയത്ത് ആവശ്യമാണ്. അതുകൊണ്ട് നമുക്ക് മെച്ചമുണ്ടായിട്ടുണ്ടാവും. അതെ അതെ, നമുക്ക് മെച്ചമുണ്ടായിട്ട് പോകാം. നമുക്ക് നമ്മൾ അതിന് പകരം നമ്മൾ വേറെ ഇപ്പോൾ മാർഗ്ഗങ്ങൾ ഉപയോഗിക്കുന്നു മാത്രം. ഇപ്പോൾ ഉള്ള പിള്ളേരോടൊക്കെ നമ്മൾ അവിടെയുള്ള വേണുപോകാൻ അവരൊക്കെ കുട്ടികളെ കൊണ്ടുപോയി വളർത്താൻ വേണ്ടിയിട്ട് കുറേ കളികൾക്ക് അവരുടെ കൂടെ കാണാനും വരെ വണ്ടിയിൽ കൊണ്ടുപോകുന്നുണ്ട്. അവർക്ക് അവിടെ ചെന്നാൽ ചണ്ടെന്ന് കച്ച കിട്ടുക എന്നല്ലാണ്ട് വേറെ ഒന്നുമില്ല. പിന്നെ അനുഭവം ഉണ്ടാവും, ഇത് കാണാനുള്ള ഇവർ കൊട്ടുന്നത് കാണാം, ചിലവൊന്നുമില്ല, കാറ് കയറിയിരുന്നാൽ മതി. അപ്പോൾ കഴിഞ്ഞിട്ട് ചോദ്യമൊക്കെ ചോദിക്കാം. അപ്പോൾ അവർക്ക് ചീത്ത പറയാം. ഇപ്പോൾ അടിയൊന്നുമില്ല, ചീത്ത പറയാം. എന്താ ചെയ്യാഞ്ഞെന്ന്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യേണ്ടല്ലേ ഇങ്ങനെ ചെയ്യേണ്ടല്ലേ എന്നുള്ള രീതിയിലേക്ക് എത്തിയപ്പോൾ. അതുകൊണ്ട് കുട്ടികൾ അതിന് ആലോചിക്കുന്നില്ല അവർക്ക്. അതെ, അതായത് കാലത്തേക്ക് അല്ല ഞാൻ പറഞ്ഞ ബാലചന്ദ്രനെ സംബന്ധിച്ച് കുറേ തട്ടുകളിൽ കൂടെയാണ് പഠനം. ഇന്നിപ്പോൾ അതല്ല, ഇന്ന് വരുന്ന കുട്ടികൾക്ക് വേണുമോഹനാണെങ്കിലും രവിശങ്കർ ഉൾപ്പെടെയുള്ള ആളുകൾക്കൊക്കെ ചൊല്ലിയാട്ടത്തിലാണ് ബാലചന്ദ്രൻ കൂടെ നിന്നാണ് അവരുടെ ചൊല്ലിയാട്ട കളരിയിലാണ് ക്ലാസ് അവർക്ക് അത്യാവശ്യം ക്ലാസ്സൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അല്ല ഞാൻ പറഞ്ഞ എല്ലാവരും എൻ്റെ ചൊല്ലിയാട്ട കളരി കൂടെ അവിടെ ഇപ്പോൾ ഉള്ള അധ്യാപകർ ഹരീഷല്ല, മറ്റുള്ള എല്ലാവരും ചൊല്ലിയാട്ട കളരി കൂടെ വന്നവരാണ്. എൻ്റെ ചൊല്ലിയാട്ട കളരി എൻ്റെ ക്ലാസ് ഇപ്പോൾ രവിശങ്കർ, നിതികൃഷ്ണൊക്കെ അവരൊന്നൊക്കെ ശ്രീരാജ് അവർക്കൊക്കെ ഞാൻ ക്ലാസ് കൊടുത്തിട്ടുണ്ട്. മറ്റവരൊക്കെ ചൊല്ലിയാട്ടം അല്ല അവരൊക്കെ വന്നത് അക്കാലത്ത് ഉണ്ണിച്ചേട്ടനാണെങ്കിലും ബലരാമേട്ടനാണെങ്കിലും അതുപോലത്തെ രാജൻ തുടങ്ങിയിട്ടുള്ള ആളുകളിലൊക്കെ കളരി കൂടെ വന്നവരാണ് അവർ, ഈ വേണുമോഹനും ഇതൊക്കെ. പക്ഷെ അതിൽ ഞാൻ മനസ്സിലാക്കണം അവർ ശരിയായിട്ട് രംഗത്ത് കൊട്ടാനുള്ളൊരു രീതിയിലേക്ക് വരുന്നത് ബാലചന്ദ്രൻ്റെ ചൊല്ലിയാട്ട കളരിയിൽ അവർക്ക് പരിചയം നല്ലോണം കിട്ടിയിട്ടുണ്ട്. എങ്ങനെ ചെയ്യണം എന്നതിനെ കുറിച്ച് നല്ല ധാരണ അവർക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, കുറേ വിദേശയാത്ര ചെയ്തിട്ടുണ്ട്, കുറേ വിദേശയാത്ര കുറേ പോയിട്ടുണ്ട്, ഒരുപാട്. അപ്പോൾ അതിൽ നീളം കൂടുതലുള്ളതും കുറഞ്ഞതൊക്കെ ഉണ്ടാവും. അതിൽ പ്രധാനപ്പെട്ട എല്ലാതിനെ കുറിച്ച് ഇല്ലെങ്കിലും മനസ്സിൽ നിൽക്കുന്ന ജോണേട്ടനാണ് എന്നെ ആദ്യമായിട്ടൊരു വിദേശയാത്ര കൊണ്ടുപോകുന്നത്. കലാതരംഗൻ്റെ ലേബില് ഇറ്റലി, ഡെൻമാർക്ക് എന്നൊക്കെ പറഞ്ഞ 2 സ്ഥലത്തൊരു 3 മാസം. അത് കഴിഞ്ഞാൽ വീണ്ടും ഇങ്ങനെ ഇറ്റലി, യൂറോപ്യൻ കൺട്രീസ് ഇങ്ങനെ കുറേ പോയി. അതിൻ്റെ ഇടയ്ക്ക് KK ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം, ഞാനും സോമേട്ടനും കൂടിയിട്ടൊരു ന്യൂയോർക്ക് യാത്ര പോയി. കുറേ കലാരൂപങ്ങൾ, കുറേ രാജ്യങ്ങളിലെ കലാരൂപങ്ങൾ ഒന്നിച്ചുകൊണ്ടുള്ള ഒരു പ്രത്യേക പരിപാടി. അതിനൊരു വേഷം, കഥകളി വേഷം. അതിൽ ചെണ്ട വിട്ട ബാക്കിയൊക്കെ സംവിധാനം ഉടുത്തിട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും. ചുട്ടി വെപ്പ്, ചുട്ടിയൊക്കെ ആയിട്ട് പോയിട്ട് കുറച്ച് ദിവസം ഉണ്ടായി. അതുപോലെ ഒരു കൊറിയോഗ്രാഫറുണ്ട്, ചന്ദ്രലേഖ എന്ന് പറഞ്ഞിട്ടൊരു കൊറിയോഗ്രാഫർ ഉണ്ടായിരുന്നു മദ്രാസിൽ. അവരുടെ കൂടെ ഒരു 2-3 യാത്ര പോയി. അവർക്ക് ഞാനും സാധനം ഗോപാലനും ഇവിടെ കലാനിലയം ഗോപാലകൃഷ്ണൻ കൂട്ടിട്ട് 3 പേരും കൂട്ടി ഒരു ചെണ്ട, ഒരു തിമലാറി അടയ്ക്കാം, ഒരു പ്രത്യേക നാടകം അതിന് വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ IKKF-ൻ്റെ പരിപാടിക്ക് വേണ്ടി അങ്ങനെ പിന്നെ ഒരുവിധം അമേരിക്ക, മെക്സിക്കോ, യൂറോപ്യൻ കൺട്രീസ് മുഴുവൻ ആയതുകൊണ്ടൊക്കെ പോയിട്ടുണ്ട്. പിന്നെ ജപ്പാനിൽ പോയിട്ടുണ്ട്, സിംഗപ്പൂർ. ഇതൊക്കെ ജോണിൻ്റെ കൂടെ തന്നെയാണോ? ഗോപാലകൃഷ്ണൻ്റെ കൂടെ, അതുപോലെ ചന്ദ്രലേഖയുടെ കൂടെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ IKKF ഒരു ദുബായ് അവരൊരു പരിപാടി പോയിട്ട് അടുത്ത് പോകുന്നുണ്ട്. ഈ ഡിസംബറിൽ പോകുന്നുണ്ട് തിരുനോട്ടത്തിൻ്റെ പരിപാടി. പിന്നെ ട്രൂപ്പിൻ്റെ 2 യാത്ര, കലാമണി ട്രൂപ്പിൻ്റെ കൂടെ. അതെവിടേക്കായിരുന്നു വേണ്ടി യാത്ര? അതൊന്ന് സ്പെയിന്, ഒരു സിംഗപ്പൂർ.
ഇതിൽ വലിയ യാത്ര ഏതായിരുന്നു ഇത് നീളം കൂടിയെന്നുള്ള? നീളം കൂടിയ യാത്ര ഒരു 3 മാസം ഇറ്റലി പോയിരുന്നുണ്ട് ജോണേൻ്റെ കൂടെ. ഈ 3 മാസം പരിപാടി തന്നെയായിരുന്നു? പരിപാടിയില്ല, പരിപാടി വളരെ കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ. ഒരു കൃഷ്ണൻകുട്ടി ആശാനും രാജേശ്വരാശാനും കലാനിലയം ഉണ്ണീഷാശാനും ആണ് മെയിനായിട്ടുണ്ടായിരുന്നത്. അവർ ഒരു മെയിൻ പരിപാടി കഴിഞ്ഞപ്പോൾ തിരിച്ചു പോന്നു. പിന്നെ ഞങ്ങൾ ചെറിയ ഡെമോ അങ്ങനെ ഒരു 3 മാസം അവിടെ നിന്നുണ്ട്. അതാണ് വലിയ യാത്ര. എനിക്ക് തോന്നുന്നത് ഈ 97-ലോ 98-ലൊക്കെയാണ് ബാലചന്ദ്രന് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു അവസരം എന്ന് പറയുന്നത് ഖജുറാഹോ ഫെസ്റ്റിവലിന് കല്യാണ സൗന്ദര്യം അച്ഛൻ്റെയും ഗോപേട്ടൻ്റെയും കൂടിയിട്ട്. അച്ഛൻ്റെ ഹനുമാനും ഗോപേട്ടൻ്റെ പിന്നെ ഭീമനുമായിട്ടുള്ള കല്യാണ സൗന്ദര്യം കൊണ്ട് അന്ന് ചെറുപ്പമാണ്, പിന്നെ വേഷത്തിലൊന്നും നമ്മുടെ നാട്ടിലെടുക്കാൻ പറ്റാത്തൊരു കാലമാണെന്ന്. അന്ന് ഖജുറാവിന് കുട്ടിയത് എനിക്ക് ഓർമ്മ 97-98 എൻ്റെ ഒരു ഓർമ്മ. ശരി, ആദ്യത്തെ ഖജുറാഹോ ഫെസ്റ്റിവലാണ്. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ കുറേ വിദേശ യാത്രകൾ. പിന്നെ ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ ആ കലാകാരൻ അംഗീകരിക്കപ്പെടുന്നത് കലാകാരനും കലയ്ക്കും അതുപോലൊക്കെ ഗുണം ചെയ്യുന്ന കാര്യമാണ്. ബാലസുന്ദരൻ്റെ ഒരു കാലത്ത് ഈ ഒരു ചെണ്ട കലാകാരൻ എന്നുള്ള രീതിയിൽ കുറേ അംഗീകാരങ്ങളും പുരസ്കാരങ്ങളൊക്കെ മറ്റേ ബാലസുന്ദരനെ തേടി വന്നിട്ടുണ്ടാവും. അതൊന്ന് പറയാൻ കഴിയുമോ നമുക്ക്? കിട്ടിയ അംഗീകാരങ്ങൾ എങ്ങനെ? ഒരുപാടൊന്നുമില്ല. എനിക്കാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് തരാത്ത അവാർഡുകളുണ്ട്. പിന്നെ എൻ്റെ പിന്നാലെ നടന്ന് തന്ന അവാർഡുകളുണ്ട്. അത് പിന്നെ എനിക്കാണെന്ന് ആദ്യം പറഞ്ഞ് എനിക്കാണെന്ന് ആദ്യം പറഞ്ഞു. പിന്നെ എന്തോ പഴച്ചവർക്ക് വഴിമാറിപ്പോയി. അപ്പോൾ അടുത്ത ആൾക്ക് കൊടുത്തു. പിന്നെ അടുത്ത പ്രാവശ്യം എനിക്കാണെന്ന് പറഞ്ഞു. അവർ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. അതൊക്കെ ഉണ്ടായിരുന്ന അനുഭവം ഉണ്ട്. അപ്പോൾ അവർക്ക് യോഗ ഉണ്ടെങ്കിൽ കിട്ടും. അതിനല്ലല്ലോ അവാർഡിനല്ലോ അത് പഠിച്ചിട്ടുള്ളത്. നമുക്ക് ജീവിച്ചു പോകാൻ വേണ്ടി പഠിച്ചതന്നെ. ആദ്യം എന്നെ തേടിയെത്തിയത് അവാർഡ് എന്ന് പറഞ്ഞാൽ ഒരു പുരസ്കാരം എന്ന് പറഞ്ഞാൽ എന്നെ ആരാണോ അവിടെ കൊണ്ടാക്കിയത്, അതിന് ആദ്യം മുമ്പിൽ നിന്ന് കെ ഗോപാലകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ചൊല്ലിയാട്ട പുരസ്കാരം എനിക്ക് ആദ്യം കിട്ടിയില്ല. അല്ല, കഥകളി സ്കൂളിലെ അതാണ് എൻ്റെ ആദ്യത്തെ പുരസ്കാരം എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ രാമകുട്ടിയാശൻ്റെ പേരിലൊരു രാജസം പുരസ്കാരം കിട്ടി. പിന്നെ വൈദ്യമഠം നൽകുന്ന രമണീയം പുരസ്കാരം കിട്ടി. ആശാൻ്റെ പേരിൽ 2 പുരസ്കാരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഡൽഹി പഞ്ചവാദ്യ ട്രസ്റ്റ് അവരൊരു വാദ്യ നിപുണ എന്ന് പറഞ്ഞിട്ടൊരു അവാർഡ് പുരസ്കാരം ഡൽഹിയിൽ പോയിട്ട്. പിന്നെ പറവൂർ കഥകളി ക്ലബ്ബ് ഒരു ആദരം തന്നു. പിന്നെ ഇവിടെ അമ്പലപ്പാറ മുതലപ്പാറക്കാവുന്ന ഒരു ആദരം കിട്ടി, ഒരു അവാർഡ്. എറണാകുളം കഥകളി ക്ലബിൻ്റെ ഒരു പൗരത്രികം പുരസ്കാരം കിട്ടി. ഇതൊക്കെ ഉപരി ഇപ്പോൾ കഴിഞ്ഞ റിട്ടയർ ചെയ്ത് പോകുന്നതിൻ്റെ മുമ്പേ കേരള കലാമണ്ഡലം കഥകളി ചെണ്ടയ്ക്കുള്ള അവാർഡ് നൽകിയിട്ടാണ് എന്നെ പറഞ്ഞയച്ചേക്കുന്നത്. പുറത്തേക്ക് ഉള്ള വഴി തുറന്നു. വളരെ നന്നായി. അല്ല, ഇനിയും എന്തായാലും ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ ഇനിയും ഒരുപാട് അംഗീകാരങ്ങളും പുരസ്കാരങ്ങളും കിട്ടട്ടെ. കാരണം അതൊക്കെ നമ്മുടെ യാത്രകൾ കിട്ടുന്ന ഊർജ്ജങ്ങളാണത്. പുരസ്കാരങ്ങളെ കൊണ്ടൊന്നും ഒരു ഗുണമില്ല, പക്ഷേ ഊർജ്ജം കിട്ടും നമുക്ക്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയോടുള്ള ഊർജ്ജം കിട്ടും. അപ്പോൾ അത് ഇനിയും കിട്ടരുതെന്ന് ഞാൻ ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, ഇപ്പോൾ ഏതൊരു കലാകാരനാണെങ്കിലും, ഇപ്പോൾ ഏത് മേഖലയിലുള്ള കലാകാരനാണെങ്കിലും ആ കലാകാരന്മാരുടെ മുൻഗതിയെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന കുടുംബമാണ്. അതിപ്പോൾ ഞാനിപ്പോൾ ചെണ്ടാന്നല്ല, കഥകളി മാത്രമല്ല, ഏതാണെങ്കിലും നേരെ മറിച്ച് കുടുംബത്തിൻ്റെ സപ്പോർട്ട് ഇല്ലെങ്കിൽ നേരെ തിരിച്ചാവുകയും ചെയ്തത്. അപ്പോൾ എനിക്കൊക്കെ നല്ല ഓർമ്മയുണ്ട്. അച്ഛനെ ഈ 10-15 ദിവസം കളി കഴിഞ്ഞ് വീട്ടിൽ വന്ന് കഴിഞ്ഞാൽ മിണ്ടാൻ പാടില്ല ഞങ്ങൾക്ക്. കാരണം അച്ഛൻ കിടന്നുറങ്ങുക, ശബ്ദം ഉണ്ടാക്കാണ്ട് അമ്മ കാര്യങ്ങളൊക്കെ അമ്മ ചെയ്തിട്ട് പിന്നെ ശബ്ദമില്ലാണ്ട് ആക്കി അച്ഛന് വീട്ടിൽ അന്തരീക്ഷം ഉണ്ടാക്കി കൊടുത്തിരുന്നു. ബാലചന്ദ്രനെ സംബന്ധിച്ച് എങ്ങനെയാണ് കുടുംബത്തിൻ്റെ അന്തരീക്ഷം എങ്ങനെയാണ്? ഞാനിപ്പോൾ കല്യാണം കഴിച്ചവിടെ വിവാഹം കഴിഞ്ഞ ഏത് വർഷത്തിലാണ്? വിവാഹം കഴിഞ്ഞ ഏത് വർഷത്തിലാണ്? 97-ലാണ്. അത് ശരി. എവിടെയാണ് അവരുടെ വീട്? എവിടെയാണ് വീട്? ഇവിടെ മംഗലാപുരത്താണ്, 2 കിലോമീറ്റർ അപ്പുറത്താണ്. ശുഭശ്രീ എന്നാണ് പേര്. വേറെ ജോലിയൊന്നുമില്ല. നമ്മുടെ കാര്യങ്ങൾ, കുട്ടികളുടെ കാര്യങ്ങൾ നോക്കി അത് വേണ്ട മാതിരി അവൾ ചെയ്യുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എപ്പോഴാണ് പോവുക, എവിടുന്ന് എപ്പോഴാണ് വരിക, എങ്ങനെ വരിക എന്നും പറയാൻ പറ്റില്ല. നമ്മുടെ മൂഡ് നന്നായി കൊട്ടാൻ സാധിച്ചാൽ ആ മൂടാവും. ചിലപ്പോൾ അത് വീട്ടിൽ കാണിക്കുമോ? അല്ല, അതൊക്കെ വരുന്നതെന്ന് വെച്ചാൽ അതൊക്കെ അങ്ങനെ പറയാൻ പറ്റില്ല. അതൊക്കെ ആ മൂഡ് പോലെ ഇരിക്കും. നമ്മൾ വരുന്ന മൂടല്ല പറയുന്നത് വെച്ചാൽ അതെന്നാലും അതൊക്കെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. വലിയ ഒരു പ്രശ്നമില്ല, വലിയ പ്രശ്നമൊന്നുമല്ല. കുട്ടികൾ എല്ലാം നമ്മുടെ എല്ലാ കാര്യങ്ങളും അംഗീകരിച്ചു കൊണ്ട് തന്നെ പോകുന്ന ഒരു ഭാര്യ, 2 കുട്ടികൾ, മൂത്തത് ആൺകുട്ടി, രണ്ടാമത് പെൺകുട്ടി.
മൂത്താൾ BBA വരെ കഴിഞ്ഞു, ഒക്കെ പാസ്സായി. അതിൻ്റെ ഒപ്പം തന്നെ ഒരു 3D ആനിമേഷൻ കോഴ്സും +1 മോൾക്ക് പ്രൈവറ്റായിട്ടൊക്കെ പഠിച്ചിരുന്നു ശനി ഞായർ ദിവസങ്ങളിൽ. പിന്നെ അതിൻ്റെ കോഴ്സ് ഒരു 6 മാസം BBA കഴിഞ്ഞ് ഒരു 6 മാസം കൂടി ഇതിൻ്റെ പ്രൊജക്റ്റൊക്കെ ചെയ്ത് ഇൻഫോ പാർക്കിൽ കൊരട്ടിയിൽ ഇപ്പോൾ തൃശ്ശൂർ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നു. 2-2.5 കൊല്ലമായി. ചെറിയ ഒരു വലിയ ലെവലിലേക്ക് എത്തിയില്ല, ആയി വരുന്നു. മകള് ഡിഗ്രി കഴിഞ്ഞു, ഇപ്പോൾ PGക്ക് പോകുന്നു. ഡിഗ്രി MG യൂണിവേഴ്സിറ്റിയിലാണ് ചെയ്തത്. BSc ഫിസിക്സ് മോഡൽ 2 ആണ് ചെയ്തിരുന്നത്. അതിൽ യൂണിവേഴ്സിറ്റി ലെവലിൽ 5ാമത്തെ റാങ്ക് ഉണ്ടായിരുന്നു. കോളേജിൽ 2nd റാങ്ക് ഉണ്ട്. അവൾ തന്നെ കണ്ടെത്തി ഈ PGക്ക് കോളേജും കാര്യങ്ങളൊക്കെ യൂണിവേഴ്സിറ്റി മണിപ്പാൽ യൂണിവേഴ്സിറ്റിയിലാണ് നല്ല യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ അവിടെ കൊണ്ടുപോയി ചേർത്തിട്ട് 1 മാസമായി. എന്നൊക്കെയിപ്പോൾ ഇന്നലേക്ക് 1 മാസം അത് ഞങ്ങൾ പോയി വന്നിട്ട് അവിടെ PG ചെയ്തുകൊണ്ടിരിക്കുന്നു. മകൻ്റെ പേര് അർജുൻ, മകൾ അമൃത. ഇപ്പം കലാമണ്ഡലത്തിലെ കോഴ്സിൽ കലാമണ്ഡലം എന്നുള്ള ആ സ്ഥാപനത്തിൻ്റെ കെട്ടുമുറുക്കത്തിന് കെട്ടുകളൊക്കെ പൊട്ടിച്ച് പുറത്തിറങ്ങിയ സമയമാണ്. ഇപ്പോൾ ഏറ്റവും ഫ്രഷായിട്ട് പുറത്തിറങ്ങി നിൽക്കുന്ന സമയമാണ്. കാരണം ആ സ്ഥാപനത്തിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന സമയത്ത് ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ പല പരിമിതികളുണ്ടാവും, അത് സ്വാഭാവികമാണ്. ഇനിയുള്ള കാലമാണ് ശരിക്ക് നമുക്ക് പ്രവർത്തിക്കാനും നമുക്ക് പങ്കെടുക്കാനും ഒക്കെ പറ്റുന്നൊരു കാലം. ഇനിയുള്ള കാലമാണ്. ഇത് വലിയൊരു കാലം ഇനി കിടക്കുകയാണ്. സർവീസ് കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിഞ്ഞാൽ വലിയൊരു കാലം കിടക്കുകയാണ്. അപ്പോൾ ആ ഒരു കാലം വളരെ മനോഹരമായിട്ടും ഭംഗിയായിട്ടും മുമ്പകം പോകാൻ സാധിക്കട്ടെ. എല്ലാവിധ ആശംസകളും. മാത്രമല്ല നമ്മളൊക്കെ ഈ അതെ കഥകളിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എത്രയോ വർഷങ്ങളായിട്ട് കഥകളിക്കൊപ്പം തന്നെ ജനിച്ചു മുഴുവൻ കഥകളുടെയൊക്കെയാണ് ജനിച്ചു വീണത്. അതിനുശേഷം ഓർമ്മ വെച്ച കാലം മുതൽക്ക് മുഴുവൻ കഥകളുടെ കൂടെ തന്നെയാണ്. അതിനെ സംബന്ധിച്ച് ഒരുപാട് സമയങ്ങളും അതിൽ പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. അതോടൊപ്പം തന്നെ വലിയൊരു ശിഷ്യ പരമ്പരയെ തന്നെ കലാമണ്ഡലത്തിൽ സൃഷ്ടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവരുടെയും അതുപോലെ കലാകാരൻ ഞാൻ അങ്ങനെ എൻ്റെ മാത്രം എന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ ഒരു നല്ലൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രധാനം സ്ഥാപനത്തിന് മുമ്പ് അങ്ങനെ പറയാം. അതിപ്പോൾ അത്രേ പറ്റൂ. ഒരു സ്ഥാപനത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ അത്രേ പറയാൻ കഴിയുള്ളൂ. അതിപ്പോൾ ഗുരുകുല സമ്പ്രദായത്തിലാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും കുറേ കുട്ടികൾ നന്നായിട്ട് ആർക്കും വിളിക്കാം, ഏത് വേഷത്തിലും കൊട്ടാവുന്ന കുട്ടികളുണ്ടെങ്കിൽ അതിലൊരു പങ്ക് എനിക്ക്. അതെ 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 എന്തായാലും അത്തരത്തിലുള്ള അപ്പം ഞാൻ ഈ ഇൻ്റർവ്യൂവിന് വരുന്നതിനുള്ള തയ്യാറെടുപ്പ് നടത്തുന്ന സമയത്ത് ബാലസുന്ദരൻ്റെ ശിഷ്യന്മാരോട് ഞാൻ സംസാരിച്ചിരുന്നു കുറച്ച് കാര്യം കിട്ടുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അവരിൽ നിന്നൊക്കെ കിട്ടിയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഞാൻ ഇതിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ സംസാരങ്ങളിലൊക്കെ അതൊക്കെ വന്നിട്ടുണ്ട്, പരോക്ഷമായിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് കിട്ടിയിട്ടുള്ള കുറേ കാര്യങ്ങൾ നല്ലൊരു ഗുരുനാഥൻ എന്നുള്ള രീതിയിൽ കുട്ടികളുടെ ഇടയിൽ വളരെയധികം പ്രശസ്തനാണ് ബാലസുന്ദരൻ. എന്തായാലും എനിക്ക് പറയാനുള്ളത്, സാധാരണ ഒരു കുടുംബത്തിലൊരു പാരമ്പര്യവും കലാപാരമ്പര്യവും പറയാൻ പറ്റാത്തൊരു കുടുംബത്തിൽ ജനിച്ച ഞാൻ ഒരു കലാ ഫീൽഡിലേക്ക് വരികയും അതൊരു ഘട്ടം കഴിഞ്ഞപ്പോൾ വീണ്ടും അതിന് നിലനിൽപ്പില്ല എന്ന് തോന്നി വീണ്ടും പഴയ കർഷകൻ്റെ റോളിലേക്ക് 2-3 കൊല്ലം പോവുകയും വീണ്ടും നമ്മൾ പഠിച്ച തൊഴിലിലേക്ക് വരികയും ചെയ്ത് ഘട്ടം ഘട്ടമായി പല പരിപാടികളിൽ കൂടിയും ഉയർന്ന് കലാമണ്ഡലത്തിന് ജോലി കിട്ടി. അവിടെ ഒരു 10-20 കൊല്ലം ജോലി ചെയ്യാൻ സാധിച്ചത്. അവിടുന്ന് ഇപ്പോൾ റിട്ടയർ ചെയ്ത് ഇതൊക്കെ അങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനൊരു അഭിമുഖത്തിന് വേണ്ടി അത് അവിടെ വരെ നമ്മളെ എത്തിച്ച ഈ തൊഴിലിനോടും എൻ്റെ മാതാപിതാക്കൾ ഗുരുക്കന്മാരെല്ലാവരോടും എനിക്ക് വളരെ നന്ദി കൃതജ്ഞതയുണ്ട്. അടുത്ത തലമുറയോട് പറയാൻ എന്താണ്? ഇനി വരുന്ന വലിയൊരു തലമുറ ഇനിയും വരുന്നുണ്ട്, അവരോടൊക്കെ ഒന്ന് പറയാനുള്ളത് എന്താണ്? അത് വെറുതെ ഒന്നും കിട്ടില്ല. ആദ്യം പഠിക്കാൻ എളുപ്പമൊന്നുമല്ല, പഠിച്ചാൽ എളുപ്പമാണ്. കഥകളിക്ക് കൊട്ടുക എന്ന് പറഞ്ഞാൽ അത്ര വലിയ കുറേ ആൾക്കാർ ഇത് പേടിച്ചു പോയ ആൾക്കാരുണ്ടെന്ന് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. ഇത് അത്ര പേടിയുള്ള കേസൊന്നുമല്ല. അതൊരു ആത്മാർത്ഥമായിട്ടുള്ള സമീപനം, അതൊരു സമീപനത്തിൻ്റെ പ്രശ്നമാണ്. അതുണ്ടെങ്കിൽ നമുക്ക് ഞാനിപ്പോൾ ഇപ്പോൾ രാമുട്ടിയാശൻ്റെ വേഷത്തിന് കൊട്ടി ഗോപിയാശത്തിൻ്റെ ട്രൂപ്പിൻ്റെ കളിക്ക് ഗോപിയാശൻ്റെ വേഷത്തിന് കൊട്ടേണ്ടി വന്നു ഇപ്പോൾ അവസാന സമയത്തൊക്കെ. പൂർത്തിയല്ല, അപ്പോൾ നമ്മളവിടെ തയ്യാറായ കൊട്ടും ആശാന് സന്തോഷമായിട്ടുള്ളൂ. ആശാൻ ഒന്നും എന്നോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ നടക്കാത്ത കേസൊന്നുമല്ല. അതുകൊണ്ട് എല്ലാവരും അതിനുവേണ്ടി ശ്രമിക്കണം. ആവശ്യത്തിനുള്ള പഠിക്കാനും കാര്യങ്ങൾ അറിയാനും ഒക്കെ വേണ്ട
കാര്യങ്ങൾ ചെയ്താൽ കളിക്കൊട്ട് പഠിച്ചാലും ജീവിക്കാം. ബുദ്ധിമുട്ടില്ല അർത്ഥം. ബുദ്ധിമുട്ടില്ല. സന്തോഷം.